താങ്ക് യു വെരി മച്ച് സർ. ദെൻ ഇതിന് എല്ലാം മൂലകാരണമായ ഒരു മൂർത്തി ഉണ്ടാവില്ലേ? അതാണ് നമ്മളെ CRN മൂർത്തി സർ, സഫയർ CRN മൂർത്തി. മൂപ്പരാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഗാമയിലേക്ക് കൊണ്ടുപോയതും ഇഷ മാമിന്റെ കൂടെ ഒരു ടച്ചപ്പ് കൊണ്ടുവന്നതായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് വിത്ത് ഗാമ ടീമോട് വരാൻ പറ്റി. അതിന് വളരെ താങ്ക്സ് മൂർത്തി സാറിന്. നെക്സ്റ്റ് വന്ന് അഖില മൂർത്തി സാർ, ഡോക്ടർ ഹരി, ഇവരെല്ലാവർക്കും എൻ്റെ ഗ്രീറ്റിംഗ്സ് പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും ദീപാവലി ഗ്രീറ്റിംഗ്സ്. അതേമാതിരി നമ്മളെ എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു വ്യക്തി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരും ഇതിൻ്റെ ഉള്ളിലില്ല. സോ അങ്ങനെ ഒരു കിങ് മേക്കറായ മിസ്റ്റർ ഗോപകുമാർ സാറിനും എൻ്റെ ഗ്രീറ്റിംഗ്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു 2-3 ഡേയ്സ് 2 ദിവസം മുമ്പ് സിസ്ലി മാഡത്തിന്റെ ഗാമ ഒറിജിനലിന്റെ ഒരു 1 hour സെഷൻ എക്സലന്റ് ആയിരുന്നു, വെരി എക്സലന്റ്. അവർ വന്നിട്ട് ഇതിന്റെ ഫിസിക്കലായിട്ട് അവർ പറയേണ്ട എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞ്. പക്ഷെ ഞാൻ ഈ ഒരു 1 hour അറൌണ്ട് 10 o'clock ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യാം. ആ 10 മണി വരെ കുറച്ച് എല്ലാവരും ഒരു നല്ല ഒരു ശ്രദ്ധയോടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു ഗാമ ഒറിജിനൽ എന്ന് പറയുന്ന എക്സലന്റ് സിംഗിൾ ആന്റി ഓക്സിഡന്റ്, ദി വൺ ആൻഡ് വൺലി, ദി കിങ് ഓഫ് ദി ആന്റി ഓക്സിഡൻസ്, അതിന്റെ നമ്മൾ ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, നമ്മൾ എത്ര കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇതിൽ ഒരു 1 hour ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ജസ്റ്റ് ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇത് കുറച്ചൊരു 20 minutes ഞാൻ വന്നിട്ട് ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഈ ഗാമ ഒറിജിനൽ നമുക്ക് എന്തൊക്കെ യൂസ് ഉണ്ട്, നമുക്ക് എത്രത്തോളം ഇതിനെ കൊണ്ട് ഹെൽപ്പ് കിട്ടുന്നുള്ളത് ആൾറെഡി സിസ്ലി മാം പറഞ്ഞത് തന്നെ ഒരു ചെറിയ നെറ്റ്ഷെല്ല് ഞാൻ പറഞ്ഞിട്ട് പോകാം. ഗാമ ഒറിജിനൽസ് ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ കിട്ടുന്നത് വേറെ ഏതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലും ഇല്ല. ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ നമ്മളെ AP ഓർഗാനിക്സ് തന്നെയാണ്. ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് കിട്ടിയ ഒരു എക്സലന്റ് ആന്റി ഓക്സിഡന്റ് ആണ്. ഇറ്റ് ഈസ് കാൾഡ് ആസ് പവർഫുൾ ആന്റി ഓക്സിഡന്റ്സ്. നമ്മൾ ആന്റി ഓക്സിഡന്റ്സ് പലതരത്തിലുണ്ട്. ഇറ്റ്സ് കെമിക്കലായിട്ടും നാച്ചുറൽ ആയിട്ട് സിന്തറ്റിക് ചെയ്യുന്ന. നമ്മളിത് നാച്ചുറൽ ആയിട്ട് സിന്തറ്റിക് ചെയ്യുന്ന ആന്റി ഓക്സിഡന്റ്, ഇറ്റ്സ് എക്സലന്റ് ആയിട്ടുള്ള പവർഫുൾ ആന്റി ഓക്സിഡന്റ്. ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി റൈസ് ബ്രാൻ എന്നുള്ള, നമ്മൾ തൗട്ടിന്റെ ഉമിന്ന് ഐസൊലേറ്റ് ചെയ്ത് നമ്മൾക്ക് റൈസ് ബ്രാൻ ഓയിൽ എടുക്കുന്ന അതിന്റെ കൂടെ കിട്ടുന്ന ഒരു ക്രിസ്റ്റൽസ് ആണ്. ഇറ്റ്സ് എ പവർഫുൾ ആന്റി ഓക്സിഡന്റ് ഐസൊലേറ്റഡ് ഫ്രം റൈസ് ബ്രാൻ. ഡോക്ടർ ശർമ്മ ആൻഡ് ഇഷ വസിഷ്ഠ്, ഇവരാണ് CEO ഓഫ് ദി കമ്പനി. ഇവരാണ് നമുക്ക് ഈ പ്രോഡക്റ്റിനെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും കുറെ അവാർഡുകൾ മേടിച്ചതും എല്ലാം ഇവരിതാണ്. നമുക്ക് 2016 FSSIന്റെ ത്രൂ FSSI ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗാമ ഒറിജിനലിന് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആയിട്ട് അനൗൺസ് ചെയ്ത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2016 ഗസറ്റില്, ഇന്ത്യൻ ഗസറ്റിൽ വന്നിട്ട് ഗാമ ഒറിജിനലിന്റെ പേജ് ഉണ്ട് 73 ഗസറ്റില്. 2016 ഗസറ്റില് 73 അധ്യായം ഗാമ ഒറിജിനൽ ആണ്. അതിൽ അപ്രൂവൽ ചെയ്ത് നമുക്ക് ആർക്ക് വേണിച്ചാലും ഈ ഗാമ ഒറിജിനൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇതേ വന്നിട്ട് ഫോറിനിലെല്ലാം വന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫാർമസ്യൂട്ടിക്കൽ ആണ്. അത് ഡോക്ടേഴ്സ് മാത്രം റെക്കമെൻഡ് ചെയ്ത് എല്ലാം പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് ഇറ്റ്സ് ഒരു വലിയൊരു മിഷനോടെ കൂടിയിട്ടാണ് ഈ പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ FSSIന്റെ സർട്ടിഫിക്കറ്റോടെ തന്നിട്ടുള്ളത്. അവര് വൺ ആൻഡ് വൺലി മിഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിസീസ് ഫ്രീ ഇന്ത്യ. നമ്മൾ എല്ലാവരും ആരോഗ്യത്തിലിടണം, വ്യാധിസ്ഥരായിട്ട് അല്ലെങ്കിൽ രോഗികൾ ഇല്ലാത്ത, രോഗമുക്തി, ആരും രോഗികൾ ഇല്ലാത്ത ഒരു ഇതിലേക്ക് നമ്മൾ പോകണം എന്നുള്ള ഒരേ മിഷൻ വന്നിട്ട് ഡിസീസ് ഫ്രീ ഇന്ത്യ ആണ്. നമ്മൾ ഓരോരുത്തരും രോഗം വരുന്ന സമയത്ത് വി ട്രസ്റ്റ് ഡോക്ടേഴ്സ് അല്ലെ, നമ്മൾ എന്തായാലും ഡോക്ടേഴ്സിന് ഇതാക്കണം, ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും. ആ ഡിസീസ് ക്ലിയർ ആകാൻ ഡോക്ടേഴ്സിന് നമ്മൾ ട്രസ്റ്റ് ചെയ്യും. ബട്ട് മോസ്റ്റ് ഓഫ് ദി ഡോക്ടേഴ്സ് വന്നിട്ട് ഗാമ ഒറിജിനൽ ആസ് എ ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ട് അപ്രൂവൽ ചെയ്ത് ട്രസ്റ്റ് ചെയ്ത് അവരെല്ലാം ഇഷ മാമിന്റെ താഴെ ഈ
ഗാമ ഒറിജിനൽ കൂടെ ഉണ്ട്. അവരെല്ലാം ഈ ഗാമ ഒറിജിനൽ വന്നിട്ട് ഇത്രയും ഇതിൽ ഈ സ്ലൈഡിൽ കാണിച്ച ഇത്രയും ഡിസീസിനെ ക്ലിയർ ചെയ്യാൻ, പ്രിവെന്റ് ചെയ്യാൻ, എല്ലാം ക്യൂർ ചെയ്യാം. വരാണ്ട് തടുക്കാം. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ ഒരു വ്യാധി വന്ന് ഒരു രോഗം വന്ന് അത് ക്ലിയർ ആക്കാൻ നമ്മൾ മരുന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും ആ രോഗം വരാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണോ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. ദി പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതേമാതിരി തന്നെ ഇറ്റ്സ് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടും ഇറ്റ്സ് ഡിസീസ് പ്രിവെന്റീവ് ആയിട്ടും ഗാമ ഒറിജിനൽ എക്സലന്റ് ആയിട്ട് വർക്ക് ചെയ്യും. മെയിൻ ആയിട്ട് ഇറ്റ്സ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ശരീരത്തിൽ എവിടെ നീർക്കെട്ട് വരുന്നോ, എവിടെയൊക്കെ ഇൻഫ്ലമേഷൻ വരുന്നോ അതിനെ ക്ലിയർ ചെയ്യാൻ ഗാമ ഒറിജിനൽ ഇസ് എ എക്സലന്റ് പ്രോഡക്റ്റ്. ഇപ്പൊ ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഒരു ചെറിയ ഒരു 4 ഇയേഴ്സിന്റെ ബാക്ക് നമ്മൾ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ CRP ടെസ്റ്റ് എന്ന് പറയും. ഇത് ഇൻഫ്ലമേഷൻ, ശരീരത്തിൽ എത്ര ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ള സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ്. അത് ഒരു ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് നമ്മളെ ശരീരത്തില് പ്രോട്ടീൻസ് ഇതിന് അധികമായിട്ട് അതിനെ നോക്കിയിട്ടാണ് നമ്മളെ ശരീരത്തിൽ എത്ര CRP ടെസ്റ്റ് നോക്കിയിട്ടാണ് എത്ര കട്ട് നമുക്ക് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്. അത് വന്നിട്ട് നമ്മള് കൊറോണ ടൈമിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും CRP ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് അധികമാണ്, 10 ഉണ്ടായിരുന്നു, 15 ഉണ്ടായിരുന്നു, 20 ഉണ്ടായിരുന്നു. സോ അതിനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് കുറെ പേര് വന്നിട്ട് മരിക്കേണ്ടത് വന്ന്. ഇതെല്ലാം ലങ്സില് ഇൻഫ്ലമേഷൻ ആയതിനെക്കൊണ്ട്. അതേമാതിരി ശരീരത്തിൽ എവിടെ വേണിച്ചാലും ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വരാം. ഓരോരോ സ്ഥലത്ത് വരുന്ന സമയത്ത് അതിന്റെ ഡിസീസിന്റെ നെയിം വേറെ ആയിരിക്കും. ഇപ്പൊ ശരീരത്തില് മസിൽസിൽ ഇൻഫ്ലമേഷൻ ആയാൽ അവിടെ വന്നിട്ട് നമുക്ക് പറയാം അതെ നെർവസിൽ എന്തെങ്കിലും ആയിട്ട് സയാറ്റിക് നെർവിന്റെ ഇൻഫ്ലമേഷൻ ആയിരിക്കാം. ലങ്സിന്റെ ഉള്ളിലുള്ളത് സീലിയറി മസിൽസിലെ ഇൻഫ്ലമേഷൻ ആയിരിക്കാം. അങ്ങനെ ഓരോരോ തിങ്സിലും വരുന്ന ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ ഗാമ ഒറിജിനൽ ഇസ് എ എക്സലന്റ് പ്രോഡക്റ്റ്. ദെൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനിലും അതേമാതിരി ശരീരത്തിൽ നമ്മളെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഇസ് എ മിറർ ഓഫ് അവർ ബോഡി. നമ്മൾ ഒരാളെ മുഖം നോക്കിയാൽ അറിയാം അവരെ സ്റ്റൊമക്ക് നോർമൽ ആണോ അല്ല. നമ്മളെ കണ്ണാടിയാണ് മുഖം വന്നിട്ട് സ്റ്റൊമക്കിന്റെ കണ്ണാടിയാണ്. അത് കണ്ണാടി നമ്മളെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ആ സ്റ്റൊമക്കിൽ വരുന്ന എല്ലാ തരപ്പെട്ട ഡിസീസസിനും ഈവൻ സ്റ്റൊമക്ക് റെക്ടൽ ക്യാൻസർ വരയ്ക്കും ഗാമ ഒറിജിനൽ ഒരു എക്സലന്റ് പ്രോഡക്റ്റ് ആണ്. ദെൻ ബ്ലഡ് ഷുഗർ മാനേജ്മെന്റ്, അതായത് നമ്മളെ ശരീരത്തില് ഈ പാങ്ക്രിയാസിൽ ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് പാങ്ക്രിയാസിന്റെ വർക്ക് നിർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാങ്ക്രിയാസിൽ വന്ന ഐലൻഡ്സ് ഓഫ് ലാംഗ്രിയാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ചെറിയ റൂംസ് ഉണ്ട്. അതിലാണ് നമ്മളെ ശരീരത്തിൽ എപ്പം ഗ്ലൂക്കോസ് എൻട്രി ആകുന്നോ ഷുഗർ എൻട്രി ആകുന്നോ ആ സമയത്ത് ആ ഷുഗറിന്റെ ലെവൽ അനുസരിച്ച് നമുക്ക് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. അവിടെ വന്നിട്ട് സം വീക്കത്തിനെ കൊണ്ട് ആ ഇൻഫ്ലമേഷനെ കൊണ്ട് പാങ്ക്രിയാസിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ടിയ ഇൻസുലിൻ കിട്ടാണ്ട് പോകുന്ന കണ്ടീഷനാണ് ഇറ്റ്സ് എ ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ആകുന്ന, അതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. പ്രമേഹം എന്ന് മലയാളത്തിൽ പറയുന്നത്, ശർക്കരവ്യാധി എന്ന് പറഞ്ഞ് തമിഴിൽ പറയുന്നത്. സോ പ്രമേഹത്തിന് ഇത് ഗാമ ഒറിജിനൽ ഹെൽപ്ഫുൾ ആകും. എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്ലിയർ ദി ഷോർട്ട് കട്ട്, അത് ഗ്ലൂക്കോഗോണിനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മളെ ശരീരത്തിലേക്ക് ഇൻസുലിൻ പ്രോപ്പറായിട്ട് സെക്രീഷൻ ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യും. ലിവറാണ് നമ്മള് മാക്സിമം ചെയ്യുന്ന നമ്മളെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ ഫിൽറ്ററിങ് ഓർഗൻ എന്ന് പറയും. അവിടുന്നാണ് നമ്മളെ കെമിക്കൽസ് നമ്മളെ ശരീരത്തിലുള്ള ഓൾ വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം ഫിൽറ്റർ ചെയ്ത് ആ ലിവറാണ് നമ്മളെ കരൾ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ പ്രൊഡക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള എനി മാലിന്യം, എനി ഫോറിൻ പാർട്ടിക്കിൾസ്, അതേമാതിരി എന്ത് വേണിച്ചാലും നമ്മളിപ്പോ ഒരു മുളക് പൊടിയിൽ എടുത്താല് നമ്മളെ RCM മുളക് പൊടിയിലും മറ്റേ മുളക് പൊടിയിലുമുള്ള വ്യത്യാസത്തില് അതിലുള്ള കെമിക്കൽസ് മുഴുവൻ എവിടെ പോയി ഫിൽറ്റർ ആണെന്ന് ലിവറിലേക്കാണ് പോകുന്നത്. നമ്മൾ ശ്വാസിക്കുന്ന കാറ്റിലിരുന്ന് എടുക്കുന്നതിന്റെയും അത് മെറ്റബോളിസമായി നമ്മളെ ശരീരത്തേക്ക് പോകുന്ന സമയത്ത് ലിവർ വഴിയായിട്ട് പോകുമ്പോൾ ലിവറിൽ വന്നിട്ട് എല്ലാം അത് ക്ലിയർ ചെയ്തും. അതേമാതിരി ഫാറ്റി ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്, അതേമാതിരി ഈസി അവൈലബിൾ ഫ്രൈഡ് ഐറ്റംസ്, ഇതെല്ലാം എടുക്കുന്ന സമയത്ത് ഈ ലിവറാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്ത് ശരീരത്തില് വളരെ കെയർഫുൾ ആയിട്ട് ശരീരത്തിനെ കീപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരേ ഇതാണ് ലിവർ. ആ ലിവറിലാണ് ഫാറ്റി ലിവർ ആയിട്ടും ലിവർ
ചുറ്റി കൊഴുപ്പ് ഫാറ്റ് വന്നിട്ട് ഇതായിട്ട് ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്നൊക്കെ പോകുന്നത്, അതിനെല്ലാം റിവേഴ്സ് ചെയ്ത് ലിവറിനെ ക്ലിയർ ചെയ്യാനും ലിവറിലുള്ള എൻസൈമാറ്റിക് റിയാക്ഷൻ ഒക്കെ കറക്റ്റ് ചെയ്യാനും ഗാമ ഒറിജിനൽ ഹെൽപ്പ് ചെയ്യും. ഓസ്റ്റിയോപോറോസിസ് ഹെൽപ്സ് ദി പേഷ്യൻസ് ഓഫ് ഓസ്റ്റിയോപോറോസിസ്. അത് ശരീരത്തില് എല്ലിലേക്ക് കാൽസ്യം മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ അതേമാതിരി വന്നിട്ട് എല്ലാം വന്നിട്ട് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ എലുമ്പില് ആ ബോൺ വന്നിട്ട് കാൽസ്യത്തിന് ഡെപ്പോസിറ്റ് ചെയ്ത് നന്നായിട്ടുണ്ടാവും. അത് വരാൻ ബ്ലഡിലുള്ള കാൽസ്യമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബ്ലഡിൽ വന്നിട്ട് 100% കാൽസ്യം റെഗുലർ ആയിട്ടുള്ളത് മാതിരി നമ്മളെ ബ്രെയിൻ നോക്കിക്കൊള്ളും. വെൻ ബ്ലഡിൽ വന്നിട്ട് 1% കാൽസ്യം കുറഞ്ഞാലും ആ 1% കാൽസ്യത്തിന് കറക്റ്റ് ചെയ്യാൻ നമ്മളെ ശരീരത്തിലുള്ള എലുമ്പില് ബോണില് എവിടെ വീക്ക് പാർട്ട് ഉണ്ടോ അവിടെ ഒരു ഹോൾസ് ഇട്ടിട്ട്, പോർസ് എന്ന് പറഞ്ഞാൽ ഹോൾസ് ഇട്ടിട്ട് ആ കാൽസ്യം ബ്ലഡിലേക്ക് കൊണ്ടുവന്നാൽ ആ ബ്ലഡിലുള്ള 100% കാൽസ്യം കറക്റ്റ് ആവും. ബ്ലഡിൽ എന്തിനാണ് കാൽസ്യം വേണ്ടിയത്? ബ്ലഡ് കാൽസ്യം കറക്റ്റ് ആയിട്ട് ഉണ്ടായാലും കാൽസ്യം മെഗ്നീഷ്യം രണ്ടും ചേർന്ന് കറക്റ്റ് ആയിട്ട് ഉണ്ടായാൽ മാത്രമേ ശരീരത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഹാർട്ടിന്റെ ഫങ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുകയുള്ളൂ. സോ അത് ഹാർട്ട് വന്നിട്ട് സ്റ്റിമുലേഷൻ ചെയ്യാൻ, കൺട്രാക്ഷൻ റിലാക്ഷൻ ചെയ്യാൻ കാൽസ്യം വന്നിട്ട് എന്തായാലും വിഷയം മസ്റ്റ്. അതിനെ കൊണ്ടാണ് ബ്രെയിൻ എപ്പോഴും നമ്മളെ ശരീരത്തിൽ കാൽസ്യം ലെവൽ കറക്റ്റ് ചെയ്ത് നോക്കുന്നത്. സോ ആ സമയത്താണ് ഈ ഓസ്റ്റിയോപോറോസിസ് വരുന്നത്. അത് മെനോപോസ് ടൈമിൽ വരുമ്പം അതേമാതിരി തൈറോയിഡ് പ്രോബ്ലം വരുന്ന സമയത്തും ഈ ഓസ്റ്റിയോപോറോസിസ് അഡീഷണൽ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള ഓസ്റ്റിയോപോറോസിസില് നമ്മളെ ഗാമ ഒറിജിനൽ അത് കറക്റ്റ് ചെയ്ത് കാൽസ്യത്തിന് മെറ്റബോളിക് സ്റ്റേജിൽ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി ബോണില് എവിടെയെല്ലാം ഹോൾസ് പോർസ് ഉണ്ടോ അവിടെയെല്ലാം കറക്റ്റ് ആയിട്ട് പാച്ച് ചെയ്യാനുള്ള വർക്ക് ഗാമ ഒറിജിനൽ ചെയ്യും. ദെൻ ഹൈപ്പോതൈറോയിഡിസത്തിന് ഗാമ ഒറിജിനൽ ഇസ് എക്സലന്റ് ആണ്. ദെൻ റെഡ്യൂസസ് ദി കൊളസ്ട്രോൾ, ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ, അത് ബ്ലഡിലുള്ള കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാൻ, HDL എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും, ട്രൈഗ്ലിസറൈഡ്സ് അല്ലെ LDL VLDL ഇതെല്ലാം ചീത്ത കൊളസ്ട്രോൾ ആണ്, ഇത് മുഴുവനും റെഡ്യൂസ് ചെയ്യാനും ഈ ഗാമ ഒറിജിനൽ ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം വന്നിട്ട് സിസ്ലി മാഡം 2 ദിവസം മുമ്പ് ഈ ക്ലാസ്സിൽ എടുത്തതിനെ കൊണ്ട് ഞാൻ ഇതെല്ലാം ഫാസ്റ്റ് ആയിട്ട് പോകാണ്, വേറെ ഒന്നുമല്ല. ദെൻ മെനോപോസൽ സിംറ്റംസ്. മെനോപോസൽ സിംറ്റംസ് എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 45-50 സ്റ്റേജിൽ വരുന്ന സമയത്താണ് മെൻസസ് സ്റ്റോപ്പ് ആകുന്നത് ലേഡീസിന്. ആ ലേഡീസിന് ആ സ്റ്റോപ്പ് ആകുന്ന സമയത്ത് മൂഡ് സ്വിംഗ് എന്ന് പറഞ്ഞതും, പിന്നെ ഓവർ സ്വെറ്റിംഗ്, ഹാർട്ട് ഫ്ലഷസ്, BP റൈസ് ആകുക, പിന്നെ അതേമാതിരി ശരീരത്തിൽ അഡിപ്പോസ് ഫാറ്റ് അധികമാകുക, ശരീരത്തിൽ വയറ് ചുറ്റിയിട്ടും ഹിപ്പിലും വന്നിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് അധികമാകുക, അങ്ങനെ ഓരോരോ പ്രോബ്ലമൈസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ലൈഫ് തന്നെ ഒരു വേണ്ടാത്ത ഒരു സബ്ജക്ട്, നമ്മൾ എന്തിന് ജീവിക്കണം എന്നുള്ള സിംറ്റംസ് വരെ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് മെനോപോസൽ. അത് സിൻഡ്രോം മാതിരിയാണ്. ഇറ്റ്സ് നോട്ട് എ സിംഗിൾ ഡിസീസ് മാതിരിയല്ല, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഡിസീസ്. എല്ലാ ലേഡീസിനും അത് ഉണ്ടാകും. അത് ഒരു 50-54 ഇയേഴ്സ്, ഒരു 4 കൊല്ലത്തേക്ക് അത് ഉണ്ടായിട്ട് അതിന്റെ ശേഷം അതങ്ങനെ സബ്സൈഡ് ആകാൻ തുടങ്ങും. അതിൻ്റെ ഉള്ള ഈസ്ട്രോജൻ, ഇതിന്റെ റീസൺ വന്നിട്ട് ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും കറക്റ്റായുള്ള അക്യുറസി മാറുന്നതിനെ കൊണ്ടാണ് ഈ സിൻഡ്രോം വരുന്നത്. സോ ഇതിനെ റിലീവ് ചെയ്യാൻ, മൈൻഡ് വന്നിട്ട് അവർക്ക് കാം ചെയ്യാൻ, മൈൻഡിൽ വന്നിട്ട് നല്ല ഉറക്കം കൊടുക്കാൻ, ഹാർട്ട് ഫ്ലഷസ് കുറയ്ക്കാൻ ഈ ഗാമ ഒറിജിനൽ എക്സലന്റ് ആയിട്ട് പണിയെടുക്കും. ദെൻ ആന്റി ഏജിങ്, നമ്മളെ ശരീരത്തിന്റെ സ്കിന്നിന്റെ, നമ്മളെ ഏജ് ആകാതെ സ്കിൻ വന്നിട്ട് അങ്ങനെ ഡെൻസിറ്റി കുറഞ്ഞു വരും. അതേമാതിരി മസിൽ മാസ് കുറയും. ഇതെല്ലാം റിക്കവർ ചെയ്യാൻ, ആന്റി ഏജിങ് ആയിട്ടും മസിൽ മാസിനെ ഇതാക്കാനും മസിൽ ഡെവലപ്പ് ചെയ്യാനും ഗാമ ഒറിജിനൽ ഇസ് എ എക്സലന്റ് പ്രോഡക്റ്റ്. അതിൻ്റെ അടുത്ത് വന്നിട്ട് ന്യൂറോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ന്യൂറോ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ബ്രെയിനിൽ തുടങ്ങിയിട്ട് ശരീരം മുഴുവൻ ബ്രെയിനിലിരുന്ന് ന്യൂറോൺസ്, നെർവ് സിസ്റ്റം വന്നിട്ട് കംപ്ലീറ്റ് പോകുന്നുണ്ട്. ആ നെർവസ് സിസ്റ്റത്തില് നെർവ്സിന്റെ മേലെ ഔട്ടറിൽ ഒരു ഇൻസുലേഷൻ മാതിരി ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ കൂടെ വൺലി ന്യൂറോൺസ് മാത്രമാണ് നമുക്ക് പാസ് ചെയ്ത് പോകുന്നത്. ഒരു കറണ്ട്, ഒരു ഇലക്ട്രിസിറ്റി നമ്മൾക്ക് കണ്ണിൽ കാണാൻ പറ്റൂല. ഇലക്ട്രിസിറ്റിനെ നമുക്ക് ആർക്കും കണ്ണിൽ കാണാൻ പറ്റില്ല. പക്ഷെ ഒരു ഇടത്തുനിന്ന് ഒരിടത്തേക്ക് കണ്ടക്ഷൻ ഉണ്ടാകും. അതേ കണ്ടക്ഷൻ കൊടുക്കുന്നതാണ് ന്യൂറോന്റെ പണി. ന്യൂറോ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 40-50 വയസ്സിന്റെ മേലെ, ചിലർക്ക് 60 വയസ്സിന്റെ മേലെ ആ ബ്രെയിനില് ഒരു
സെൻസ് കറക്റ്റ് ആയിട്ട് ബ്രെയിൻ വന്നിട്ട് ഒരു കണ്ണുകൊണ്ട് ഒരു സാധനത്തിനെ കാണുമ്പം അത് തുടരുത്, അല്ലെങ്കിൽ ഒരു ആണി നമ്മളൊരു കാഷ്വൽ ആയിട്ട് പറയാന്ന് വെച്ചാൽ ഒരു കല്ലോ ഒരു ആണിയോ വന്നിട്ട് നമ്മൾ നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാവും. പക്ഷെ നമ്മൾ മിഡിൽ ഏജ് പീപ്പിൾസ് വന്നിട്ട് ആണി അല്ലെങ്കിൽ കല്ല് ഒരു കുഴി ഉണ്ടെങ്കിൽ അത് അവർ കടന്നിട്ട് അല്ലെങ്കിൽ സൈഡിൽ കൂടെ നമ്മൾ പാസ് ചെയ്ത് പോകും. പക്ഷെ ഇതൊരു 60 വയസ്സാവുന്നവര് 55 വയസ്സായവർക്ക് അവരെ കണ്ണിന്ന് അത് വന്ന് ബ്രെയിനിലേക്ക് ഇവിടെ ഈ ഒരു കുഴി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ആണി ഉണ്ട്, അല്ലെങ്കിൽ ഒരു അഡൽസ് ഉണ്ട്, ഇത് വന്നിട്ട് ക്രോസ് ചെയ്ത് സൈഡിൽ കൂടെ പോണെന്ന് പറയും. പക്ഷേ ഇത് 50-60 വയസ്സ് പോകുന്ന സ്കൂട്ടറോ ബൈക്ക് ഓട്ടുന്നവർക്കും അതേമാതിരി തന്നെ ഡ്രൈവിംഗ് ചെയ്യുന്നവർക്കും അതേമാതിരി തന്നെ അവർ കണ്ണോണ്ട് കാണും. പക്ഷേ ഇത് ബ്രെയിനിൽ നിന്ന് പോയിട്ട് ബ്രെയിനിലേക്ക് റെക്കോർഡായി ബ്രെയിനിൽ നിന്ന് കാലിലേക്ക് കൊടുക്കേണ്ട ആ നെർവസിന്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാറിപ്പോവും. അതിനെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ ആണിയുണ്ടോ അതിന്റെ ആണിന്റെ മുകളിൽ തന്നെ കൊണ്ടുപോയി കാല് വെക്കും. ഇതാണ് കോഗ്നേഷൻ പവർ എന്ന് പറയുന്നത്. അത് ഈ പവർ ബ്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പവർ സർട്ടൻ ഏജ്, അത് നമ്മളെ അഡ്വാൻസ്ഡ് ഏജിൽ കുറയും. അതിനെ റിക്കവർ ചെയ്ത് നമ്മളുടെ ബ്രെയിനിന്റെ ന്യൂറോൺസിന്റെ ട്രാൻസ്മിഷൻ വന്നിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ആസ് യൂഷ്വൽ നമ്മൾക്ക് ഒരു 40 വയസ്സിൽ 30 വയസ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നോ ആ ട്രാൻസ്മിഷനെ കൊണ്ടുവരാൻ ഗാമ ഒറിജിനാലിസ് എക്സലന്റ് പ്രോഡക്റ്റ് ആണ്. നിറയെ ബ്രെയിൻ ഇതിലുള്ള അത് പേഷ്യൻസ് വിത്ത് ആങ്സൈറ്റി സിൻഡ്രോം, അതേമാതിരി വളരെ ട്രംബ്ലിംഗ് ആയിട്ടുള്ള ഡിസീസസിലെ മോട്ടോർ ന്യൂറോൺ നെർവസിലുള്ളവർ ഈ ന്യൂറോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതില് പിന്നില് ഒരു 10-40 ഡിസീസിന് ഈ ഗാമ ഒറിജിനൽ നമ്മൾ കൊടുക്കാൻ പറയും. അത് വന്നിട്ട് അപ്പർ മോട്ടോർ ന്യൂറോൺ ഡിസീസ്, ലോവർ മോട്ടോർ ന്യൂറോൺ ഡിസീസ്, ഇത് രണ്ടും നമ്മൾ ഒന്ന് നെറ്റിലിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വരുന്ന എല്ലാം മലയാളത്തിൽ പറയുന്ന സമയത്ത് നമ്മള് എന്താ ആയുർവേദത്തിലൊക്കെ പറയാം വാദം എന്ന് പറയും. വാദത്തില് പലതരപ്പെട്ട ഡിസീസ് ആയിട്ട് നമ്മളിവിടെ നെയിം ചെയ്യുന്ന അത്ര നെർവസ് പ്രോബ്ലത്തിനും ഗാമ ഒറിജിനൽ ഇസ് എ എക്സലന്റ് പ്രോഡക്റ്റ് ആണ്. അത് അത്ര ഇതിനും എങ്ങനെ ഡോസ് കൊടുക്കാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞുതരാം. ഇത് ഇഷ മാമിന്റെ സൈറ്റിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്യാനാണ്. നമ്മൾ ഇപ്പൊ രൂപാന്തര യാത്രയില് ഇത് മുന്നിൽ സ്റ്റാളിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ കൗണ്ടർ വെച്ചിരുന്നു. ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഡെയിലി പെർ ഡേ ഒരു 10 മിനിമം 10 വീഡിയോസ് ഒന്ന് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നത്. ഈ വീഡിയോസ് എല്ലാം ജസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മള് ഗാമ ഒറിജിനൽ യൂസ് ചെയ്തതിന്റെ ശേഷം എടുത്തതിന് ശേഷം അതിനെ കൊണ്ട് കിട്ടിയ റിസൾട്ട് പോസിറ്റീവ് റിസൾട്ട്, യാതൊരു നെഗറ്റീവ് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഒരു 4 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഗാമ ഒറിജിനൽ എക്സലന്റ് ആയിട്ട് നോക്കിയിട്ടിരിക്കുന്നുണ്ട്, ഞാൻ കൊടുത്തിട്ടിരിക്കുന്നുണ്ട്. അവരില് ഒരു റിസൾട്ടും കൂടെ നെഗറ്റീവ് ഇല്ല. സോ ഇത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ഇവരെ സൈറ്റിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇറ്റ്സ് നമ്മളെ ബിസിനസ് ടൂൾ ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദി ബിസിനസ് ടൂൾസ്. നമ്മൾ എന്തിനെ കൊണ്ടാണ് രോഗം വരുന്നത്? രോഗം വന്നിട്ട് ഇസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽസിനെ ഫോം ചെയ്യും. ഇത് വന്നിട്ട് നമ്മളെ ശരീരത്തിലുള്ള നോർമൽ സെല്ലാണ്. ഇത് വന്നിട്ട് ഫ്രീ റാഡിക്കൽസ് ഫോം ആകുമ്പോൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിലാണ് ഈ ഫ്രീ റാഡിക്കൽ വരിക. ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മളെ സെൽ വന്ന് ഡാമേജ് ആകും. വൺസ് സെൽ ഡാമേജ് ആകുമ്പോഴാണ് ഇത്രയും ഡിസീസസ് വരുന്നത്. വെനെവർ ലങ്സിലുള്ള സെൽ ഡാമേജ് ആകുമ്പോൾ ലങ് ഇഷ്യൂസ് വരും, ഹാർട്ട് ഇഷ്യൂസ് വരും. ഇങ്ങനെ എവറിത്തിങ് വിൽ കം അണ്ടർ സെൽ ഡാമേജ്. ആ സെൽ ഡാമേജിനെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് വന്നിട്ട് ആന്റി ഓക്സിഡൻസ് ആണ്. ആന്റി ഓക്സിഡന്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഓക്സിജൻ മോളിക്യൂളിനെ ഡാമേജ് ആയ സെല്ലിലേക്ക് കൊടുത്തിട്ട് ആ സെല്ലിനെ നോർമലൈസ് ചെയ്യും. ഫ്രീ റാഡിക്കൽസ് എന്ത് ചെയ്യുക, ഓക്സിജൻ മോളിക്യൂൾസിനെ സെല്ലിലിരുന്ന് ഡിസ്ട്രോയ് ചെയ്ത് ആ സെല്ലിനെ നശിപ്പിക്കും. ആ നശിപ്പിച്ച സെല്ലിലാണ് ഡിസീസസ് വരുന്നത്. അല്ലെങ്കിൽ അതാണ് ജെയിന്റ് സെല്ലായിട്ട് ഫോം ആയിട്ട് ക്യാൻസർ സെല്ലായിട്ടും ഫോം ആകുന്നത്. സോ മെയിൻ റീസൺ ഫോർ ദി ക്യാൻസർ വന്നിട്ട് ഫ്രീ റാഡിക്കൽസ് ആണ്. ആ ഫ്രീ റാഡിക്കൽസിനെ ക്ലിയർ ചെയ്യാൻ ഓൾ ഡിസീസസ് ആർ ബിക്കോസ് ഓഫ് ഫ്രീ റാഡിക്കൽസ്. സോ ആ ഫ്രീ റാഡിക്കൽസിനെ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് കൊടുക്കുന്നത്. ആന്റി ഓക്സിഡൻസ് ഒന്ന് 2 തരത്തിലുണ്ട്. ഒന്ന് സിന്തറ്റിക് ആന്റി ഓക്സിഡന്റ്, ഒന്ന് നാച്ചുറൽ ആന്റി ഓക്സിഡൻസ്.
സിന്തറ്റിക് ആന്റി ഓക്സിഡൻസ് വന്നിട്ട് കെമിക്കലായിട്ട് ചെയ്യുന്നത് നമുക്കിപ്പോ മാർക്കറ്റിൽ കിട്ടും. നിറയെ വൈറ്റമിൻ ഇ, എ, ഡി, ഇ, കെ ഇതെല്ലാം വന്നിട്ട് ആന്റി ഓക്സിഡൻസ് തന്നെയാണ്. വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ ഇവിയാൻ ക്യാപ്സൂൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കിട്ടും. ഇതെല്ലാം വന്നിട്ട് ഇറ്റ്സ് ഇൻ ദി ഫോം ഓഫ് കെമിക്കൽ. സോ നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് വന്നിട്ട് നമ്മള് അതും കിങ് ഓഫ് ആന്റി ഓക്സിഡന്റ് വന്ന് നമ്മളെ റൈസ് ബ്രാൻഡ് എടുത്ത ഗാമ ഒറിജിനൽ. ദി ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ വന്നിട്ട് നാച്ചുറൽ സയന്റിഫിക് ആന്റി ഓക്സിഡൻസ് പ്രൊഡ്യൂസ് ചെയ്തത് നമ്മളെ കമ്പനിയാണ്, പ്രൊമോട്ട് ചെയ്തതും നമ്മളെ കമ്പനിയാണ്. ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ നാച്ചുറൽ ആന്റി ഓക്സിഡൻസ്. ഗാമ ഒറിജിനൽ ഇസ് എ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആയിട്ടാണ് നമുക്കുള്ളത്. ഇത് മരുന്നല്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ എ ഡിസീസിന് കൊടുക്കുന്ന, രോഗത്തിന് കൊടുക്കുന്ന മരുന്നല്ല. ഇതിന് മരുന്നാണ്, ക്യാൻസറിന്റെ മരുന്നാണ്. നമ്മൾ ഒരു കാലത്തും അങ്ങനെ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. ഇറ്റ്സ് എവറിത്തിങ് ഈസ് എ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, അല്ലെങ്കിൽ നമ്മളെ സപ്ലിമെന്റ്, ഫുഡ് സപ്ലിമെന്റ്. ഡിസീസ് എന്ന് പറഞ്ഞ് ഡിസീസിന് വന്നിട്ട് മരുന്ന് കൊടുക്കുന്നു, നമ്മൾ ഡിസീസിന് മരുന്ന് കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്നത് ലൈഫ് ടൈം മോഡിഫിക്കേഷൻ, ലൈഫിനെ എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യുക, എങ്ങനെ യോഗ ചെയ്താൽ കറക്റ്റ് ആകും, എങ്ങനെയൊക്കെ ഫുഡിൽ നമ്മൾ മാറ്റാം, അതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റ്സ്. ഇപ്പോൾ ഈ ഫുഡ് സപ്ലിമെന്റ്സ് കൊടുക്കുന്ന സമയത്ത് ഇത് മരുന്നല്ല എന്നുള്ളത് നമ്മൾ എന്തായാലും പറഞ്ഞു തന്നെ കൊടുക്കുക. ആരും അതായത് മെഡിസിൻ ആയിട്ട് ഒരു കാലത്തിലും നമ്മൾ സംസാരിക്കണ്ട. നമ്മളെ ചുറ്റിയും നമ്മളെ നോക്കിയിട്ട് നമ്മൾ ഒരു ബിഗ് ഗ്രോത്ത് ആണ് പോകുന്നത്, ഭയങ്കര ഒരു വലിയ ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാച്ച് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്, ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്ന മറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. അവര് വന്നിട്ട് ഒരു ചെറിയ വേർഡ് നമ്മളെ വേർഡ് ഓഫ് മൗത്തിൽ വന്നാലും നമ്മളെ മേലെ നിറയെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ ടെലി മെഡിസിൻ, ഇറ്റ്സ് എ ന്യൂട്രാസ്യൂട്ടിക്കൽസ്. ഇത് എത്ര കഴിക്കണം? 18 ഇയേഴ്സിന്റെ മേലെയുള്ളവർക്ക് കഴിക്കാം. ഒരു ദിവസത്തേക്ക് ടോട്ടൽ ആയിട്ട് 2 ക്യാപ്സൂൾ, അതായത് രാവിലെ 1 രാത്രി 1 ആഹാരത്തിന്റെ മുമ്പായിട്ട് കഴിക്കാം. ഇതില് മുമ്പത്തെ ഇതിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഹൈപ്പോതൈറോയിഡിസത്തിന് വളരെ ഹെൽപ്ഫുൾ ആണ്. കൊളസ്ട്രോളിനെ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. ബ്ലഡ് പ്രഷറിനെ വന്നിട്ട് ഭയങ്കരമായിട്ട് കുറച്ച് ബ്ലഡ് പ്രഷർ നോർമൽ ആകുന്നുണ്ട്. ഈ കൊളസ്ട്രോൾ, ബ്ലഡ്, അതേമാതിരി ബ്ലഡ് പ്രഷർ, ദെൻ വന്നിട്ട് ഡയബറ്റീസ്, ഷുഗർ, പ്രമേഹം, ഇതിനൊക്കെ അവർ എന്ത് മരുന്ന് കഴിക്കുന്നുണ്ടോ നമ്മൾ ആരെടുത്തും ഈ മരുന്ന് നിർത്തിയിട്ട് ഇത് ഇത് കഴിക്കുന്ന സമയത്ത് കറക്റ്റ് ആകുന്നുള്ള വേർഡ്സ് നമ്മൾ പറയേ വേണ്ട. നമ്മൾ പറയേണ്ടതെല്ലാം ഇത് സപ്ലിമെന്റ് കഴിക്കുന്ന സമയത്ത് നമ്മളെ മറ്റേ നമ്മൾ കഴിക്കുന്ന മരുന്നിനെ കുറയ്ക്കാനുള്ള വർക്ക് അത് ഓട്ടോമാറ്റിക്കായി ചെയ്യും. ആ ഷുഗറിന്റെ ലെവൽ മാനേജ് ആയിക്കോളും. ബ്ലഡ് ഷുഗർ നോർമൽ ആകാനുള്ള ചാൻസസ് ഉണ്ട്. വെൻ ദി ഷുഗർ ഇസ് കമ്മിങ് ഡൗൺ, അവരെ ഡോക്ടർ, അവരെ പ്രപ്പോസ് ടു ബി ഡോക്ടർ, അവരെ ഫാമിലി ഡോക്ടർ ആയിരിക്കാം, അവരെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കാം, അവര് റെഗുലർ ആയിട്ട് നോക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഡോക്ടർ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അവരെടുത്ത് പോയി കാണിച്ചിട്ട് അവർ ഡ്രഗിന്റെ മെഡിസിൻസിന്റെ ഡോസേജ് കുറച്ചാൽ മതി. നമ്മൾ ഇതിൽ അരഗുളിക കഴിക്കും, കാൽഗുളിക കഴിക്കാൻ ഉള്ള ഇൻസ്ട്രക്ഷൻ, ഒരു ഡോക്ടറെ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ മറികടന്ന് നമ്മൾ പോകാൻ പാടില്ല. സോ ഗ്യാസ്ട്രിക് ട്രബിളിന്, ലിവറിനെ പ്രൊഡക്റ്റ് ചെയ്യും. ഇതെല്ലാം ആദ്യം പറഞ്ഞതിനെക്കൊണ്ട് PCOD, PCOS, ദെൻ പ്രിവെന്റ്സ് ക്യാൻസർ. ദെൻ ഗാമ ഒറിജിനൽ വന്നിട്ട് നല്ല സ്ലീപ്പ് കിട്ടും. മാക്സിമം ശരീരത്തിൽ നമ്മൾ ഒരു 8 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ മാക്സിമം ഉള്ള രോഗങ്ങൾ നമ്മൾ വിട്ടു പോകാനുള്ള ചാൻസസ് വളരെ അധികമായിട്ടുണ്ട്. ഇത് ആന്റി ഇൻഫ്ലമേറ്ററി. സോ നമ്മൾ ആദ്യം പറഞ്ഞ ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നത് എവിടെ വേണിച്ചാലും വീക്കം. ഇത് വന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. ഈ കാലില് 2 മുട്ടിന്റെ ഇടയ്ക്കുള്ള വീക്കം, സന്ധിവേദന. ഇതിൽ വന്നിട്ട് കാർട്ടിലേജ് ഡാമേജ് ആയിട്ടുണ്ടാകും, ഇൻഫ്ലമേഷൻ, സ്വെല്ലിംഗ് വന്നിട്ടുണ്ടാവും. ഇത് ഗാമ ഒറിജിനൽ എലാങ് വിത്ത് ന്യൂട്രിചാർജ് BJ കൊടുക്കുന്ന സമയത്ത് എക്സലന്റ് റിസൾട്ട് ആണ്. ഞാൻ ഈ RCM എന്ന ലൈഫിലേക്ക് വന്നത്, ഇറ്റ്സ് മൈ ലൈഫായി പോയി. ഈ RCM എന്ന ലൈഫിലേക്ക് വന്നത് ഈ ഒരു ഓസ്റ്റിയോആർത്രൈറ്റിസ് കേസ് ഞാൻ ഗാമ എന്നില്ല, അന്ന് ഇതിന്റെ കൂടെ ഞാൻ കൊടുത്തത് BJ കൊടുത്തതിന് ശേഷമാണ്. ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഗാമ എലാങ് വിത്ത് ബോൺ ആൻഡ് ജോയിന്റ് BJ, ന്യൂട്രിചാർജ് BJ. എക്സലന്റ് റിസൾട്ട്. എത്ര പേരെ വേണമെച്ചാലും നമ്മളെ സർജറിയിലിരുന്ന് രക്ഷിക്കാൻ പറ്റും. പ്രൊട്ടക്ട്സ് ദി നെർവസ് സിസ്റ്റം, then bones, muscles, boost the immunity. ഈ കൊറോണ ഉള്ളത്, കോൾഡ്, ഇപ്പൊ ഒരു റണ്ണിങ് നോസ്, വെറും മൂക്കില് മഴ നനഞ്ഞ ഇതായി ക്ലൈമറ്റ് ചേഞ്ചസില് റണ്ണിങ് നോസ് വന്നാലും അവര് റണ്ണിങ് നോസിന് കോൾഡിന് മെഡിസിൻ എടുത്താൽ എന്താകും?
കോൾഡിന് മരുന്ന് കഴിച്ചാൽ ഒരാഴ്ചയിൽ ക്ലിയർ ആകും. മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ 7 days ആകും അത് ക്ലിയർ ആകാൻ. ഇതാണ് വേർഡ്. ഓക്കെ, എല്ലാവരും പറയുന്ന ഒരു സിമ്പിൾ വേർഡാണ് അത്. പക്ഷെ ഗാമ ഒറിജിനൽ കഴിക്കുമ്പം ഈ 7 days മരുന്ന് കഴിക്കേണ്ടത് 3 daysലേക്ക് കട്ട് ഷോർട്ട് ചെയ്ത് തരും. അത്രയും ഇമ്മ്യൂണിറ്റിനെ ശരീരത്തിൽ കൊടുക്കും, ആന്റി ഏജിങ് പ്രോപ്പർട്ടി. ഇതാണ് ഇന്റെ സബ്ജക്റ്റിലേക്ക് വരുന്നത്. ഇറ്റ്സ് എ മിറാക്കിൾസ് ഓഫ് ഗാമ ഒറിജിനൽ. എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോളൂ. ഞാൻ എന്തൊക്കെ ചെയ്ത് എന്റെ ക്ലിനിക്കിൽ ഞാൻ ചെയ്തതിനെ കൊണ്ട് എന്ത് റിസൾട്ട് കിട്ടി. ഇറ്റ്സ് സോ മെനി, നിറയെ ഉണ്ട്. അത്രയും നമുക്ക് കാണിക്കാനുള്ള സമയം കറക്റ്റ് ആകൂല. അതിനെ കൊണ്ട് ഇപ്പൊ ഒരു ഹാഫ് ആൻ അവർ 9:30 ഒരു ഹാഫ് ആൻ അവറിലേക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ഒരു ടിപ്സ് ഉണ്ടായാൽ മതി, നിങ്ങൾ കയ്യിൽ എത്ര ഗാമ, ഒരു ദിവസത്തേക്ക് 20 ഗാമ ഒറിജിനൽ സെയിൽ ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റും. എത്ര നിങ്ങളൊരു ടാർഗറ്റ് വെച്ചോളൂ, എനിക്ക് ഇത്ര ഗാമ ഒറിജിനൽ പെർ ഡേ സെയിൽസ് ആകണം, അത് ചെയ്യാൻ പറ്റും. പോയി നോക്കാം. ഇറ്റ്സ് എ മിറാക്കിൾസ് ഓഫ് ഗാമ ഒറിജിനൽ. ഇത് വന്നിട്ട് ഇന്ത്യ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റിന് ഈ സ്ലൈഡ് ഇപ്പൊ വന്നിട്ട് ഇഷാമം വന്നിട്ട് അവർ സെൻട്രലിൽ തന്ന് അപ്രൂവൽ ചെയ്ത് ഗാമ ഒറിജിനലിന്റെ ഹിന്ദിയിലുള്ള എല്ലാ സ്ഥലത്തും ഈ സ്ലൈഡ് ഓടുന്നുണ്ട്. എവിടെയോ ഒരു കോയമ്പത്തൂര്, അവിടുന്ന് ഒരു കുഗ്രാമത്തിലുള്ള ഞാൻ ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്തത് ഈ ഗാമ ഒറിജിനലിനെ കൊണ്ട് ചെയ്തത്. ഇന്ന് ഈ ഇഷാമയുടെ കയ്യിൽ നിന്ന് എല്ലാ ത്രൂ ഔട്ട് ഓൾ ഓവർ ദി ഇന്ത്യ ആൻഡ് അബ്രോഡ് വന്നിട്ട് ഈ സ്ലൈഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ്സ് വൺ ഓഫ് ദി ക്യാൻസർ ആൻഡ് ലിക്കോപ്ലേക്കിയ എന്ന് പറയുന്നത് ഈ അന്നാക്ക് എന്ന് പറയുന്നില്ലേ മുകളില്, അവിടെ വന്നിട്ട് ഒരു പുണ്ണ് വന്ന്, ഇത് മെയിൻ ആയിട്ട് വരുന്നത് അവര് ലൈഫ് സ്റ്റൈലിന്റെ ചേഞ്ചസ് തന്നെ. ഈ കുട്ക, മറ്റേ പാക്ക്, പീഡ, ഇങ്ങനെയുള്ള ഓരോന്നും വായിൽ വെച്ച് ചവച്ചെടുക്കുമ്പോൾ ഇവിടെയുള്ള മസിൽസ് മുഴുവൻ ഈ ടൊബാക്കോ പോയിസണിനെ കൊണ്ട് ഈ മസിൽസ് എല്ലാം ദ്രവിച്ച് പോയിട്ട് ഇതില് വലിയൊരു, ഈ സ്ഥലത്ത് വന്നിട്ട് വലിയൊരു ഹോൾസും ഇതായിരുന്നു. ഇത് ഇവിടുന്ന് മൂക്കിലേക്കുള്ള ഹോൾസിലേക്ക് അത് പാസ്സാകും. അങ്ങനെ ഉള്ള കണ്ടീഷനിലാണ് ഇതിൻ്റെ അടുത്ത് വന്നത്. നമ്മൾ ഗാമ ഒറിജിനൽ ഈ 2 ക്യാപ്സൂൾ കൊടുത്തതിന് ശേഷം, പക്ഷെ ഇതൊന്നും വൺ തിങ് പ്ലീസ് നോട്ട്, ഇതൊന്നും 2 ദിവസം 3 ദിവസം അല്ല 10 ദിവസത്തിൽ ഇതൊന്നും റിസൾട്ട് കിട്ടുന്ന കാര്യമല്ല. മിനിമം 3 months, 3 മാസം, 3 months നമ്മൾ എടുക്കാനുള്ളത് അവരെടുത്ത് കറക്റ്റായിട്ട് പറയണം. ഈ പറഞ്ഞ ആ 3 മാസം എടുത്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത് ഇംപ്രൂവ്മെന്റ് കിട്ടും. 3rd മന്ത് എടുക്കുമ്പോൾ റിസൾട്ട് കിട്ടും. 3rd മന്തിന്റെ ശേഷം നമ്മൾ മെയിൻ്റെനൻസ് ഡോസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറയും. അങ്ങനെ കഴിക്കുന്ന സമയത്ത് അവരെ ശരീരത്തിൽ ഉള്ള ബാക്കിയുള്ള ഫ്രീ റാഡിക്കൽസ് എല്ലാം ക്ലിയർ ആയി ശരീരത്തിൽ എവിടെയും ശരീരത്തിൽ വേറെ സ്ഥലത്തേക്ക് എവിടെയും മെറ്റാസ്റ്റാസിസ്, അതായത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്, അങ്ങനെയുള്ള ഒന്നും നടക്കാണ്ട് ഇത് ക്ലിയർ ആകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. സോ ഗാമ ഒറിജിനൽസ് എക്സലന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ദെൻ ഇതൊരു ലേഡിന്റെ ലിച്ചൻ പ്ലാനസ് എന്ന് പറയും. ഇത് ഓറൽ ലിച്ചൻ പ്ലാനസ്, ബയോപ്സി റൈറ്റ് ബക്കൽ കാവിറ്റി, ബക്കൽ മ്യൂക്കോസ. ഇത് വന്നിട്ട് ബയോപ്സി എടുത്ത് അവര് കോയമ്പത്തൂരിലെ ഒരു വലിയ ഹോസ്പിറ്റലിൽ നിന്ന് ഇതാക്കി കൺഫേം ചെയ്തതാണ്. ഇതിന് അവർ ട്രീറ്റ്മെന്റ് കുറെ ചെയ്ത് നോക്കി. ഇവിടെയുള്ള സ്ഥലത്തിലെ ഈ ബ്ലാക്ക് ചെയ്ത ഒരുമാതിരി ഫംഗസ് മാതിരി ഉള്ളതാണ് ഇവിടെ ഉള്ളത്. ഒന്നും ക്ലിയർ ആകാണ്ട്, അവർക്ക് ഒന്നും കഴിക്കാൻ പറ്റാണ്ട്, നാക്കിലെല്ലാം പുണ്ണായി അവരെ കൊണ്ട് ഒരു ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിലുള്ള എരിവും കൂടെ അവർക്ക് വായിൽ വെക്കാൻ പറ്റില്ല. ഏജ് അബൌട്ട് 60 years, 60 വയസ്സുള്ള ലേഡി ആയിരുന്നു. ഇത് അവര് സെക്കൻഡ് ബിഫോർ ഇവിടെ വരുന്ന സമയത്തുള്ളതാണ്. ഇവിടെ മുഴുവൻ ബ്ലാക്കിഷ്, ഇതിലുള്ള ഈ ബ്ലാക്ക് ആയിട്ടുള്ളത് മുഴുവൻ ഒരുമാതിരി ലിച്ചൻ പ്ലാനസ് എന്ന് പറഞ്ഞ ഒരു ഫംഗൽ ഡിസീസിന്റെ മാതിരി ഉള്ളതാണ്. ഇറ്റ്സ് മ്യൂക്കൽ ബക്കൽ, ഇത് മ്യൂക്കോസന്റെ മേലെ ഉള്ളതാണ്. ഇത് വന്നിട്ട് പിന്നെ അത് ക്യാൻസറസ് സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസസ് അധികമാണ്. 1 month നമ്മൾ ഗാമ ഒറിജിനൽ കൊടുത്തതിന് ശേഷം ഇതിന്റെ ആദ്യത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിസൾട്ട് അറിയാൻ പറ്റും. ഇതിന്റെ ബ്ലാക്ക്നെസ് വന്നിട്ട് കുറയാൻ പറ്റിയിട്ടുണ്ട്, നന്നായിട്ട് കുറയുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ഡ്യൂറിങ് ട്രീറ്റ്മെന്റ് അടുത്ത മാസം 3rd month വരുന്ന സമയത്ത്
ഇവിടെ ഉള്ളതെല്ലാം ഈ ബ്ലാക്ക്നെസ് മുഴുവൻ പോയി, ഫംഗസ് ഒന്നുമില്ല, ഇറ്റ്സ് എ നോർമൽ സ്റ്റേജ്. അതേമാതിരി ഇവിടെ എത്ര അധികം ഉള്ളത് ഇതിൽ നോക്കിയാൽ കാണാം. അത് ഇങ്ങോട്ട് സ്ലൈഡിലേക്ക് നിന്ന് നോക്കുമ്പം എത്രയോ കുറഞ്ഞ്. ഇത് എല്ലാത്തിലും ഈ സ്ലൈഡ് എല്ലാത്തിലും വന്നിട്ട് വിത്ത് ഡേറ്റോടെ ഉള്ളത് ഇതാണ് ഉള്ളത്. 15/7/2025, 15/7 എല്ലാം നമ്മൾ ക്ലിനിക്കിലേക്ക് വരുന്ന സമയത്ത് ആ ഡേറ്റിലാണ്. ഇത് 9/6/25. 1 month, എവറി 1 month വന്നിട്ട് ഗാമ കൊടുത്തിട്ട് 1 month കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് അഗൈൻ റീവിസിറ്റ് ചെയ്യുന്നതാണ്. ഇത് ഡ്യൂറിങ് ട്രീറ്റ്മെന്റ്. ഇപ്പൊ വന്നിട്ട് റീസെന്റ് ആയിട്ട് 9th month 29/2025 എവറിത്തിങ് കംപ്ലീറ്റ് ക്ലിയർ ആയി, ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം ഇല്ല. അത്രയും നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു നല്ല ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഗാമ ഒറിജിനൽ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം. ഇത് ക്ലിയർ ആകും, നിങ്ങൾ കുറച്ചു കാലത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. മിനിമം 3 months, മാക്സിമം അല്ല ലൈഫ് ടൈം കഴിക്കാൻ പറഞ്ഞിട്ട്. ഇത് കഴിച്ചതിന് ശേഷം എവിടെ ശരീരത്തിൽ ഇത് എവിടെയെങ്കിലും തങ്ങിയിരുന്നാൽ അത് മുഴുവൻ ക്ലിയർ ആകണം. ശരീരത്തേക്ക് പിന്നെയും വരാണ്ടിരിക്കാൻ ദിവസം കഴിക്കുന്ന ഒരു ചായന്റെ പൈസയില്, ഒരു കാപ്പി കുടിക്കുന്നതിന്റെ പൈസയില് നിങ്ങൾ ശരീരത്തിനെ ഹെൽത്തിയായി വെക്കാം. അത്രേ ഉള്ളൂ, നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഒരു ചായന്റെ പൈസയിൽ നിങ്ങൾ ഇതാക്കാം. നമ്മൾ ഫസ്റ്റ് ഫോളോ എടുക്കുന്ന സമയത്ത് ഡിസീസിന്റെ കണ്ടീഷനിലാണ് 2 capsule 3 നേരം, ഒരു പെർ ഡേ 6 capsule എല്ലാം പറയുന്നത്. 2 to 3 months കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ചിട്ടേ വരും. 1 capsule 3 times. അതിന്റെ ശേഷം 1 capsule മോർണിംഗ് നൈറ്റ് എടുത്താലേ മതി. ജസ്റ്റ് 10 രൂപ കാലത്ത് 10 രൂപ നൈറ്റ്. 10 രൂപയ്ക്ക് ചായ കിട്ടുന്നെന്ന് എനിക്കറിയില്ല, ഞാൻ ഔട്ട്സൈഡ് കാഫി ചായ മാക്സിമം ഇല്ല. സോ അതിനെ കൊണ്ട് ആ റേറ്റിലാണ് നമ്മൾ വന്നിട്ട് ആ പ്രോഡക്റ്റ് അവരെടുത്ത് എടുക്കാൻ പറയുന്നത്, ലൈഫ് സ്റ്റൈലിൽ എടുക്കാൻ പറയും. ഇത് അടുത്തതായിട്ട് നമുക്കൊന്ന് ഇതെല്ലാം ക്യാൻസറിൽ പെട്ടതെല്ലാം ഇതിൽ കാണിച്ചിട്ടിരിക്കുന്നത്. ഇത് യശോദ എന്ന് പറഞ്ഞ ഒരു 40 years old ലേഡി, റൈറ്റ് ബ്രസ്റ്റില് കാറ്റഗറി 4 ബിയാഡ് കാറ്റഗറി എന്ന് പറയും. മെമ്മോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് ക്യാൻസർ ഉള്ളപ്പം, ഒരു നൊഡുൾസ് അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള സമയത്ത് ആ ബ്രസ്റ്റിന് ക്യാൻസർ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ഇത്. ഫസ്റ്റ് ആ ഒരു ലേഡി ഡോക്ടറെ അടുത്ത് പോയ ഉടനെ തന്നെ ആദ്യം അവര് അലോപ്പതിയിലെ ലേഡി ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയ ഉടനെ അവര് നോക്കിയതും പറഞ്ഞ് ഇത് ക്യാൻസർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, ഇത് സ്കാൻ ചെയ്യണം, CT ചെയ്യണം, നീഡിൽ ബയോപ്സി ചെയ്യണം, അതിന്റെ ശേഷം ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം. ഈ ഒരു 40 years ആയി, പക്ഷെ അതൊരു അത്ര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് അവരില്ല. ഭയങ്കര പേടിച്ച് ഷിവറിങ്ങോട് അവര് പാരന്റ്സിന്റെ അടുത്ത് കൂട്ടിയിട്ട് വന്ന് ശരി, ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് മെഡിസിൻ തരുന്നതിന് മുമ്പ് എന്താ ഉള്ളതെന്ന് അറിയണം. ജസ്റ്റ് യു ഡു ദി മെമ്മോഗ്രാം പറഞ്ഞ് മെമ്മോഗ്രാമില് ബിയാഡ് കാറ്റഗറി 4A എന്ന് പറഞ്ഞു. ബിയാഡ് കാറ്റഗറി 4A എല്ലാം വന്നിട്ട് ഹൈ സജസ്റ്റീവ് മെലിഗ്നൻസി 90% റിസ്ക് ഉള്ളതാന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ട്. അപ്പം ഞാൻ പറഞ്ഞ വിടാണ്ട് ഈ 2 capsule കാലത്ത് 2 ഗാമ, നൈറ്റ് 2 ഗാമ ജസ്റ്റ് ബിഫോർ ഫുഡ് 1 year കഴിക്കേണ്ടി വരും. ഒരു കൊല്ലത്തേക്ക് എവറി മന്ത് യു ഹാവ് ടു കം ടു ക്ലിനിക്. ഇത് എല്ലാ മാസവും എന്റെ ക്ലിനിക്കിൽ വരാൻ പറഞ്ഞ് എന്റെ മകളുണ്ട് ഡോക്ടർ സ്നേഹ, അവരാണ് ലേഡീസ് കേസ് എല്ലാം നോക്കുക. അവരും എക്സാമിൻ ചെയ്തിട്ട് ഞങ്ങൾ റെഗുലർ ആയിട്ട് കൊടുത്തിട്ടേ ഇരുന്ന്. ഇത്ര വലിയുള്ള ആ മുഴ കുറച്ചായിട്ട് കുറയാൻ തുടങ്ങി. ഇത്ര ചെറുതായ ഒരു ചെറിയ പട്ടാണിന്റെ വലുപ്പത്തിലായി. അതിന്റെ ശേഷം അത് മാക്സിമം പാൽപിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത റേറ്റ് വന്ന് അതിൻ്റെ ഉള്ള ആൾമോസ്റ്റ് 1 year കഴിഞ്ഞ്. 1 year കഴിഞ്ഞതിന് ശേഷം അഗൈൻ അതേ സെയിം ക്ലാരിറ്റി. ഇറ്റ്സ് പക്ക ലാബാണ്, അവിടെ തന്നെ കൊടുത്തു. അതിൽ റിപ്പോർട്ട് ചെയ്തത് എസെൻഷ്യലി നോർമൽ സ്റ്റഡി ബിയാഡ് കാറ്റഗറി 1. ബിയാഡ് കാറ്റഗറി 1 എന്ന് പറയുമ്പം ഇറ്റ്സ് എ നെഗറ്റീവ് സജസ്റ്റീവ് ആനുവൽ ഫോളോ അപ്പ് ഇഫ് ദർ ഇസ് എ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ ഇത് എവറി ഇയർ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ചെക്കപ്പ് ചെയ്തോളൂ. ഇതിൽ ആദ്യം ഉണ്ടത് തന്നെ 4A പറയുന്ന സമയത്ത് മെലിഗ്നൻസി ഹയസ്റ്റ് പോസിബിലിറ്റി ഉള്ളതാണ്. പക്ഷെ അവർക്ക് നമ്മൾ കീമോ ചെയ്തിട്ടില്ല, നീഡിൽ ബയോപ്സി ചെയ്തിട്ടില്ല, സർജറി ചെയ്ത് റിമൂവ് ചെയ്തിട്ടില്ല, റേഡിയേഷൻ കൊടുത്തിട്ടില്ല. ഈ ഇത്രയും
പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ഈ പ്രോബ്ലംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന യാതൊരു ഇതും അവരെ മേലെ ചെയ്തിട്ടില്ല. ബട്ട് ഷീ ഈസ് ഫുൾ നോർമലായി. അവരെ ബോത്ത് ബ്രസ്റ്റ് വന്നിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് 2 ബ്രസ്റ്റിലും യാതൊരു കുഴപ്പമില്ല. ഇറ്റ്സ് എക്സലന്റ് കേസാണ്. ഇതൊരു വലിയൊരു 60 years മേൽ. ഇത് വന്നിട്ട് റെക്ടൽ ക്യാൻസർ, മലാശയത്തിൽ ഉള്ള ഒരു ക്യാൻസർ. ഇവര് വന്നിട്ട് കോയമ്പത്തൂരിലെ ഒരു വലിയ ഹോസ്പിറ്റലിലാണ്. നമ്മൾ ഹോസ്പിറ്റൽ നെയിംസ് ഇതൊന്നും ഇവിടെ പറയുന്നില്ല, ഡോക്ടേഴ്സ് നെയിമും നമ്മൾ പറയുന്നില്ല. എല്ലാ ചെക്കപ്പ് ചെയ്ത് ഫൗണ്ട് ഔട്ട് ക്യാൻസറിന് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതൊക്കെ അതിന്റെ പ്രോസസ് ഓഫ് ട്രീറ്റ്മെന്റ് വന്നിട്ട് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് പേഷ്യന്റ് അടുത്ത് ഫസ്റ്റ് വന്നിട്ട് കീമോ കൊടുക്കണം, റേഡിയേഷൻ കൊടുക്കണം, മോൾഡ് ചെയ്തിട്ട് റെക്ടലിന്റെ അവിടെ ഇത്ര വലിയ ഒരു ഇതിന്റെ മോഷൻ പോകുന്നിടത്തുനിന്ന് മോഷൻ ശരിക്ക് വരുന്നില്ല, മലശോധന ഇല്ല, മലശോധനയിൽ വെറും ബ്ലഡ് മാത്രമാണ് മാക്സിമം പോകുന്നത്. പെയിൻ വന്നിട്ട് 8 to 12 hours, ചില സമയം രാവിലെ മോഷൻ പോയാൽ രാത്രി വരയ്ക്കും അത്രയും സഫർ ചെയ്യും. അത്രയും പെയിനും ബേണിങ് എരിച്ചൽ എല്ലാം ഉള്ള ഒരു കണ്ടീഷനിലായിരുന്നു ഈ പേഷ്യന്റ് ഉണ്ടായത്. അവർക്ക് കൺഫേംഡ് ഡയഗ്നോസിസ് ആയിട്ട് CT ചെയ്ത് നോക്കി. ഇറ്റ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, വലിയൊരു ഹോസ്പിറ്റലാണ്. ദി ഫേമസ് സർജൻ ആണ് ഇവർ ചെയ്തത്. 8/11/2022 കാർസിനോമ ഓഫ് റെക്ടം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എവല്യൂഷൻ ഇസ് കാർസിനോമ. ഇത് ഇത്രയും പ്രോബ്ലംസ് ആ രക്തത്തിലുണ്ട്. ആ സമയത്ത് അഗൈൻ എൻ്റെ അടുത്ത് കൺസൾട്ട് വന്ന് ഞാൻ പറഞ്ഞ ഒരേ ഒരു തിങ്കാണ്, ഇപ്പം വന്നിട്ട് മോഷൻ അതിൽ വരുന്നില്ല. ദർ ഇസ് എ ഹ്യൂജ് മെലിഗ്നൻസി ഫോർമേഷൻ ഇൻ ദി റെക്ടം. മലാംശത്തില് ഒരു വലിയ കട്ടിണ്ട്. സോ ഇറ്റ്സ് നീഡ് അർജൻസി, അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. സോ സിറ്റിംഗ് ഓഫ് ഒരു സിറ്റിംഗിൽ നിങ്ങൾ കീമോ എടുത്തോളൂ. കീമോ എടുക്കുന്ന സമയത്ത് ഇറ്റ് വിൽ സ്ട്രിങ്കൻ, കുറയും. കീമോ എടുത്ത് സ്ട്രിങ്കൻ ആകും. റേഡിയേഷൻ ചെയ്തോളൂ, അത് ഇനിയും കുറഞ്ഞോളും. അതിന്റെ ശേഷം വന്ന് കാണിക്കാൻ പറഞ്ഞ് അതിന്റെ ശേഷം വന്ന് കാണിക്കാൻ പറഞ്ഞ സമയത്ത് അപ്പൊ ഞാൻ അവരെടുത്ത് പറഞ്ഞ്, നിങ്ങൾ വില്ലിംഗ് ആയിട്ട് ഇത് ക്യൂർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ കീമോ എടുക്കുന്ന ദിവസങ്ങളെല്ലാം ആ ഡേറ്റിൽ മാത്രം ഗാമ ഒറിജിനൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫ്രം ഡേ 1, ഇപ്പൊ ഇന്ന് നിങ്ങൾ ഇവിടെ എന്റെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്, ഇന്ന് മുതൽ ഗാമ ഒറിജിനൽ എടുക്കാൻ പറഞ്ഞ്. അതേമാതിരി ന്യൂട്രിചാർജില് ബയോ ഏജ് പെർ ഡേ ഗാമ ഒറിജിനൽ 2 to 3 times, ബയോ ഏജ് വൺസ്. അതേമാതിരി അതിന് ഇത് മറ്റേ ഇത് ചെയ്യുന്നുണ്ടല്ലോ, കീമോ ചെയ്യുന്നതോ റേഡിയേഷൻ ചെയ്യുന്നതോ എല്ലാം ചെയ്യുമ്പോൾ ശരീരത്തിൽ വളരെ സെൽ ലാസസ് വരും. സോ സെല്ലിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുഡ് വേണം, അതാണ് പ്രോട്ടീൻ. ഞാൻ അവർക്ക് റെക്കമെൻഡ് ചെയ്തത് എന്താ വെച്ചാൽ ന്യൂട്രിചാർജ് കേസർ പിസ്ത. കേസർ പിസ്തയില് എന്താ വെച്ചാൽ ക്രുക്കുമിൻ ഉണ്ട്. ക്രുക്കുമിൻ ഇസ് എ ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സോ നല്ല ക്രുക്കുമിൻ നമ്മളെ കേസർ പിസ്തയിലുള്ളത്. സോ ആ കേസർ പിസ്ത പ്ലസ് ഗാമ ഒറിജിനൽ പ്ലസ് വന്നിട്ട് അതേമാതിരി നമ്മളെ ബയോ ഏജ്, എന്ന് വെച്ചാൽ കീമോ എല്ലാം ചെയ്യുന്ന സമയത്ത് നിറയെ പ്രോബ്ലംസ് ക്രിയേറ്റ് ആകും, ലിവറിന് ഭയങ്കര ഡാമേജസ് ഉണ്ടാവും. സോ ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ ഇതെല്ലാം എടുത്തോളൂ. പിന്നെ കീമോ ഇത് ചെയ്യുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ ലെവൽസ് വന്നിട്ട് വളരെ കുറയും. സോ ഇനിഷ്യലി വന്നിട്ട് ഫസ്റ്റ് ഇത് ചെയ്തിട്ട് വരുമ്പോൾ ഹീമോഗ്ലോബിൻ ലെവൽ അവർക്ക് 7 ആയിട്ട് ഉള്ള സമയത്ത് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് അതുവരെയും ന്യൂട്രിചാർജ് മാൻ കൊടുത്തിനെ ഒരു സ്ട്രിപ്പ് വന്നിട്ട് 15 ദിവസത്തേക്ക് ഡെയിലി ന്യൂട്രിചാർജ് വുമൻ ഒരു ടാബ്ലറ്റ് അവർക്ക് സജഷൻ ചെയ്ത്. ഇതെല്ലാം നമ്മൾ നോക്കിയും കണ്ടും ചെയ്യാം. ഇതിൽ ആണിന് ന്യൂട്രിചാർജ് വുമൻ കൊടുക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളെ സുരേഷ് സാറെ ചിലപ്പം ചില കാലത്തില് പെണ്ണായിട്ടും കൊടുത്തോളൂ, പെണ്ണിന് ഇത് കൊടുക്കാൻ ഒന്നും കുഴപ്പമില്ല. അതേമാതിരി അത് കൊടുക്കാൻ തുടങ്ങി. അത് ഇറ്റ്സ് എ വേർഡ് ഫ്രം ദി സുരേഷ് സാറിന്റെ വേർഡ് തന്നെയാണ്. സുരേഷ് സാറിന്റെ ഇതില് കൊടുക്കാന്ന് പറഞ്ഞ ഒരു വേർഡ് ഞാൻ ഒരു മീറ്റിംഗിൽ കേട്ടതിനെ കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് കൊടുത്ത് അടുത്ത സിറ്റിംഗ് 15 days അവർ പോകുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ അഗൈൻ 10.2 ക്രോസ് ചെയ്ത്
ആക്ച്വലി അവർ പറഞ്ഞത് 8 വന്ന സമയത്ത് നമുക്ക് ചിലപ്പം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും, എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലില് അടുത്ത 15th ഡേയിൽ പോയി നോക്കുമ്പം ഇറ്റ്സ് മിറാക്കിൾ 10.5 ബ്ലഡ് കൊടുത്തില്ല, എക്സലന്റ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് ചെയ്ത്. അതിന്റെ അടുത്തത് അവര് കീമോ നിർത്തിയതിന് ശേഷം അവര് ഇമ്മീഡിയറ്റ് പറഞ്ഞത് റെക്ടൽ സർജറി, അത് അവിടെ മലാംസത്തിന്റെ അവിടെ ഇതുള്ളത് രക്തത്തിന്റെ അവിടെ കട്ട് ചെയ്തിട്ട് ഹോൾസ് ഇട്ടിട്ട് ഇത് മുഴുവൻ ഇവിടെ ബാഗ് എക്സ്ട്രാ യൂറിൻ ബാഗ് മാതിരി ഒരു ബാഗ് വെച്ചിട്ട് മലത്തിനെ എടുക്കാം. ആ പ്ലേസ് എഗെയിൻ വന്നിട്ട് നമുക്ക് ശരിക്കുള്ള മലസമായിട്ട് പോകാനുള്ളത് കഷ്ടാണ്, പിന്നെ അവിടെ പ്രോബ്ലംസ് വരും, അവിടെ ഇതാകുന്നൊക്കെ പറഞ്ഞ് അവര് സർജറിക്ക് ഡേറ്റ് എഴുതിയതിന് ശേഷം പേഷ്യന്റ് ഓടി വന്ന് ഞാൻ പറഞ്ഞ് യു സ്റ്റോപ്പ് ദറ്റ്, ധൈര്യമായിട്ട് അത് നിർത്തിക്കൊള്ളുന്നുണ്ട്. പിന്നെ ഗാമോറെസിനാൽ നമ്മളെ പ്രോഡക്ട്സ് മാത്രം കൊടുത്ത് അതിന്റെ ശേഷം ഇതില് 25/5/2025 സെയിം ഹോസ്പിറ്റലിൽ സെയിം ഇതില് ഞാൻ തന്നെ PT സ്കാനിൽ റെക്കമെൻഡ് ചെയ്തിട്ട് അവർ നോക്കിയ സമയത്ത് ഹിസ്റ്ററി ഓഫ് കാർസിനോമ റെക്ടം പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോർ എവല്യൂഷൻ നോ റെസിഡിയോ റെക്കറൻസ് ഇൻ റെക്ടം. ഒരു സ്ഥലത്തും ഒരു റെക്കറൻസ് ഇല്ല, ഒരു ലിംനോട്സിൽ മാത്രം കുറച്ച് ചെറിയ ഇതുണ്ട്, ശരീരത്തിൽ പെറ്റ് സ്കാനിൽ എവിടെയില്ല. നമ്മളിപ്പം ഒരു ക്യാൻസർ പേഷ്യന്റിന് കീമോ കൊടുത്തതിന് ശേഷം 1 കൊല്ലം 2 കൊല്ലം കഴിയുന്ന സമയത്ത് മെറ്റാസ്റ്റാസിസ് അവിടെ വന്ന് ഇവിടെ വന്ന് എന്നുള്ള റിസൾട്ടാണ് നമ്മൾ മാക്സിമം. ചില അപൂർവ കേസിൽ കുറെ കേസ് നമ്മൾ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം വേറെ സ്ഥലത്തേക്ക് വരാണ്ട് ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് ഇതൊക്കെ വന്നിട്ട് ഒരു രക്തത്തിനെ തന്നെ എടുത്തിട്ട് നമുക്ക് അവിടെ ഒരു ബാഗ് വെക്കണം എന്ന് പറയുന്ന കേസിന് 100% റിസൾട്ട് കൊടുത്തതാണ് ഗാമോറെസിനാൽ. സോ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഇറ്റ്സ് എ ഹൈ ആന്റി ഓക്സിഡൻസ് ആണ്, റെക്കമെൻഡ് ചെയ്യാം, ആർക്ക് വേണിച്ചാൽ റെക്കമെൻഡ് ചെയ്യാം. ഇത് തൈറോയിഡ് പേഷ്യന്റ് ആണ്, തൈറോയിഡിന് ഹൈപ്പോതൈറോയിഡിന് ഗാമോറെസിനാൽ എക്സലന്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇവര് ഒരു 62 years ലേഡി, തൈറോയിഡ് TSH ലെവൽ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ള 9.05 ഇവരെടുത്ത് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത്. പക്ഷേ ഇമ്മീഡിയറ്റ് അവർ ഡേറ്റ് നോക്കിയിട്ട് 10th March 2024 ഒരു 3-4 മാസം അവർ വന്നിട്ട് ഗാമോറെസിനാൽ മേടിച്ചിട്ട് പോയി, പക്ഷെ കഴിച്ചില്ല. എന്താ വെച്ചാൽ നമ്മളെടുത്ത് നമ്മൾ പറയുന്നത് ഇപ്പൊ ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ 1000 പേര് നോക്കുന്നുണ്ടെങ്കിൽ അവർ ചിലര് വിചാരിക്കും മേടിക്കാമെന്ന്. മേടിച്ചാൽ വീട്ടിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ അടുത്തുള്ളവര് അല്ലെങ്കിൽ നമ്മളെ മേലെ വളരെ വളരെ നമ്മളെ ലവ് ചെയ്യുന്ന കുറെ പേരുണ്ടാവും. അവര് പറയും ഇത് മരുന്നാണ്, ഇതൊന്നും കഴിക്കരുത്, ഇതൊന്നും അപ്രൂവൽ അല്ല, ഇത് വന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും, ഇത് ആരുടെ അടുത്ത് നിങ്ങൾ പോയി ഈ പ്രോബ്ലം ക്രിയേറ്റ് ആയെന്ന് അങ്ങനെ പറഞ്ഞ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് കഴിച്ചില്ല, മരുന്ന് കഴിച്ചില്ല. പക്ഷെ എഗെയിൻ വന്നപ്പം ഞാൻ വന്ന് അവര് ഹസ്ബൻഡിന്റെ അടുത്ത് 2 months ബാക്ക് പിന്നെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇത് കഴിച്ചിട്ട് അതിന്റെ ശേഷം നിങ്ങൾ ഒന്ന് ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ. അവർ അലോപ്പതി മെഡിസിനും കഴിച്ചില്ല, നമ്മളതും കഴിച്ചില്ല, ഒരു മെഡിസിൻ എടുത്തിട്ടില്ല തന്നെ. പക്ഷെ ഇത് എടുത്തതിന് ശേഷം ഒരു 1 to 1.5 months എടുത്തിട്ടുണ്ടാവും. മാർച്ച് ഇതിൽ വന്നിട്ട് 9.05 ഒരു മെഡിസിനും കഴിക്കേണ്ട ഗാമ മാത്രം എടുത്തിട്ട് 1.5 മാസം എടുക്കുമ്പം 8.23. ഇതൊന്ന് ഇന്നലെ 18th October, ഇന്ന് 19th October, അത്ര ഒരേ 1.5 മാസത്തില് അവർക്ക് റെഡ്യൂസ് ആകാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ ഇത് റെഡ്യൂസ് ആകും. ഇത് ക്യൂറായ കുറെ തൈറോയിഡ് ക്യൂറായ കേസസ് സ്ലൈഡ് ഉണ്ട്, ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദെൻ ഇതൊരു പിക്യുലിയർ കേസ് എന്ന് പറയാം. ഇസ് ജാൻഡിസ്, നമ്മൾ പറയില്ല മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. 24/12/2024 ബിലിറൂബിൻ ലെവൽ ബ്ലഡിൽ നോക്കുമ്പോൾ 6.21. ഇത് 17/12/2000 ബിലിറൂബിൻ 6.21. അവര് കണ്ണ് ഇത്രയും മോശമായിരുന്നു, അത്രയും ബ്ലഡ്. ഇത് വന്നിട്ട് 31/12/2024 5.85 mg. ഇത്ര ഒരു മാസം 17/12
3112 5.85 mg ആയിട്ട് കുറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതേ 1-2 ഫെബ്രുവരി 1-ാം തീയതി നോക്കുമ്പോൾ 1.40 1 താഴെ ഉണ്ടാവും. അതിന് ശേഷം നമ്മൾ ഗാമ ഓറിജിനൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഗാമ ഓറിജിനൽ രാവിലെ 2 രാത്രി 2 ന്യൂട്രിചാർജ് ബയോഏജ് 1 ഉച്ചക്ക് മാത്രം ഒരു ബയോഏജ്. ഇതെല്ലാം എല്ലാ ഡിസീസിനും വരും പറഞ്ഞിട്ടുള്ള അത്ര ഡിസീസിനും ഗാമ ഓറിജിനൽ എക്സലന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇത്രയും പറയുന്ന എനിക്ക് തന്നെ പെട്ടെന്ന് ഒരു വളരെ ടയർഡ്നെസ് എല്ലാം തോന്നി. ആൾറെഡി ഡയബറ്റിക് ആണ്. സോ 18/6/2024 ലിപ്പിഡ് പ്രൊഫൈൽസ് നോക്കി. അതിന്റെ മുമ്പൊക്കെ ലിപ്പിഡ്സ് നോക്കുന്ന സമയത്ത് എനിക്ക് അധികം ഒന്നുമില്ല. ഇപ്പം വളരെ അന്നൊക്കെ ചിറ്റിയോടുള്ള ലൈഫ് ആയിരുന്നു. ഇപ്പം പുറത്ത് മീറ്റിംഗ് അത് ഇതൊന്നും പുറത്ത് പോയ സമയത്തൊക്കെ ഔട്ട്സൈഡ് ഫുഡാണ് എന്താണെന്ന് അറിയില്ല. ഇന്റെ ട്രൈഗ്ലിസറൈഡ്സ് ലെവൽ ബാഡ് കൊളസ്ട്രോൾ ലെവൽ ഈസ് 357. 160 മേലെ പോകാൻ പാടില്ല. അപ്പർ ലിമിറ്റ് 190. 18/6. ഓക്കെ. ദെൻ അന്നിരുന്ന് ഗാമ ഓറിജിനൽ എടുക്കാൻ തുടങ്ങി. അയ്യോ, നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് എടുക്കണം. 3 months പറഞ്ഞു. പക്ഷെ ഞാൻ വന്നിട്ട് വേറെ ആന്റി ലിപ്പിഡ്സ് ഏജൻസ് ഒന്നും കഴിച്ചില്ല. ബിക്കോസ് 100% ഫെയ്ത്ത്. ഞാൻ 357 ഉള്ളത് 6 മാസം റെഗുലർ ആയിട്ട് 2 ഗാമ ഓറിജിനൽ കഴിച്ച് ടോട്ടൽ കൊളസ്ട്രോൾ ഇത് 6ാമത്തെ മാസത്തിൽ അഗൈൻ എടുക്കുന്ന 196.6. എക്സലന്റ് ആയിട്ട് ട്രൈഗ്ലിസറൈഡ്സ് കുറഞ്ഞു. അതേമാതിരി ഇനിയൊരു കേസ് വന്നിട്ട് ഒരു നല്ല വ്യക്തി തന്നെയാണ്. ഇത് ലിപ്പിഡ്സ് നോക്കിയിട്ട് ട്രൈഗ്ലിസറൈഡ്സ് വന്നിട്ട് 368 ഉണ്ടായിരുന്നു. അവർ ആക്ച്വലായിട്ട് ഫസ്റ്റ് ടൈം വന്ന സമയത്തുള്ള ഇത് വന്നിട്ട് 24/6/24 2024 ഉള്ളത് 357 ആയിരുന്നു. ഇതിന്റെ ഇടക്കുണ്ട് ഈ നമ്പർ 357 ട്രൈഗ്ലിസറൈഡ്സ് 357. നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കില്ല. ഇപ്പൊ നമ്മൾ ഇത്രയും പേര് പറയുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് പോയി സ്ക്രീൻഷോട്ട് എടുത്ത് ആർക്ക് കാണിച്ചാലും എല്ലാവരും ബിലീവ് വരുന്നമാരുണ്ടാവും, മേടിച്ചിട്ട് പോവും, കഴിക്കൂല. പക്ഷെ ഈ വ്യക്തി വളരെ ഇതായിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾ വന്നിട്ട് യോഗ അറിയാം, ഞാൻ എക്സസൈസ് ചെയ്തോളാം, ഫുഡിൽ കറക്റ്റ് ചെയ്തോളാം, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ നെറ്റിൽ കുറെ വായിച്ചു നോക്കി. ട്രൈഗ്ലിസറൈഡ്സ് വന്നിട്ട് റൈസ് കൊണ്ടാ വരുന്നത്. എവറിത്തിങ് ഈസ് നമ്മളെക്കാട്ടും നന്നായിട്ട് പുള്ളി ടീച്ച് ചെയ്യുന്നുണ്ട് എനിക്ക്. ഓക്കെ സാർ, എവറിത്തിങ്. പക്ഷെ നിങ്ങൾ എടുത്താൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് കുറയണമെങ്കിൽ കുറച്ച് എന്തെങ്കിലും മെഡിസിൻസ് അല്ലെ സപ്ലിമെന്റ്സ് എടുക്കണം പറഞ്ഞ് കേട്ടില്ല. 6ാമത്തെ മാസം പോയിട്ട് എഗൈൻ വന്നിട്ട് വരുന്ന സമയത്ത് 26, 24, 15/10 4 മാസം കഴിഞ്ഞിട്ട് എഗൈൻ പുള്ളി പ്രോപ്പറായിട്ട് റൈസ് കഴിക്കുന്നില്ല, ഗോതമ്പ് കഴിക്കുന്നുള്ളൂ. പിന്നെ തമിഴ്നാട്ടിൽ പറയുന്ന നവധാന്യങ്ങൾ അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ട്. അരിയിൽ വന്നിട്ട് ഒരു കറുത്ത വിധത്തിലൊരു അരി ഉണ്ട്, അതൊക്കെ കഴിക്കുക, അതിൽ കൊളസ്ട്രോൾ ഇല്ല. അങ്ങനെയെല്ലാം ചെയ്തിട്ട് എഗൈൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 357 ഉള്ളത് 368 കൺവേർട്ടായി. അപ്പം ഞാൻ യോഗ ചെയ്യുന്നതിൽ ആർക്കും ഞാൻ വന്നിട്ട് തെറ്റായിട്ട് പറയുന്നില്ല. പക്ഷെ നമ്മളെ ശരീരത്തിൽ വൺസ് ഏതെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ആയാൽ അതിനെ കറക്റ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ യോഗ, ഫുഡ്, പ്രോപ്പർ സ്ലീപ്പിങ്ങുള്ള എല്ലാ ഇതും ചെയ്താൽ നോർമലായിട്ട് വരാൻ പറ്റും. ഇത് 4 months എഗൈൻ കൂടിയത് അല്ലാണ്ട് കുറഞ്ഞിട്ടില്ല. പുള്ളിക്ക് എന്നെ പേടിയായി. ആ സമയത്താണ് ഞാൻ പറഞ്ഞു ഗാമ ഓറിജിനൽ കാലത്ത് ഉച്ചക്ക് രാത്രി ഈ 2 എണ്ണം കഴിക്കാൻ പറഞ്ഞ് ഞാൻ 3 months കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് ഞാൻ ഇതിന്റെ റിസൾട്ട് അതിന്റെ മുമ്പിൽ എന്തിനാ ഇട്ടത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ് 3 months ഞാൻ എന്റെ ടെസ്റ്റ് വന്നിട്ട് വൺസ് എടുക്കാൻ തുടങ്ങി 6 മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഇവ മൂപ്പര് വന്നിട്ട് 3 months കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതിന് ഒരു ഗാമ എടുക്കാൻ തുടങ്ങി 1 മാസം, ജസ്റ്റ് 1 month 15/10 11ാമത്തെ മാസത്തില് എഗൈൻ റിപ്പോർട്ട് എടുക്കുന്ന ട്രൈഗ്ലിസറൈഡ്സ് 162. ഈ പുള്ളി മുമ്പ് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ 357 368 ആയിട്ടുണ്ടാവില്ല, 168 മാറിയിട്ടുണ്ടാവും. പക്ഷെ ആരും നമ്മൾ പറയുന്നത് കേൾക്കാൻ പോകുന്നില്ല. പക്ഷെ കേട്ടിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വന്ന് എക്സലന്റ് ആയിരിക്കും. ഗാമ ഓറിജിനൽ വന്നിട്ട്
അടുത്ത സ്കിൻ പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ സ്കിൻ ഇഷ്യൂസിന് നമ്മൾ കുറെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ സ്കിൻ ഡിസീസ് ആയിരുന്നു. ഇങ്ങനെ ഒരു ഏജ്ഡ് പേഴ്സൺ ഇത്രയും പ്രോബ്ലമായ എക്സിഡേഷനോടെ കൂടി ഒരു 10 വർഷമായിട്ട് സഫർ ചെയ്ത ഈ പേഴ്സൺ ഇസ് എ റിട്ടയർഡ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസറായിട്ടുള്ള ആളായിരുന്നു. ഈ ഡിസീസിനെ കൊണ്ട് വളരെ കഷ്ടപ്പെട്ടു പോയിട്ടുള്ള സമയത്താണ് നമ്മളടുത്ത് വന്നത്. ഇത് ഗാമ കൊടുക്കുന്നതിന്റെ മുമ്പ്, ഇത് ഗാമ കൊടുത്തതിന് ശേഷം, ഇത് 16/10/24 ഡേറ്റ് ഉള്ളത്, ഇത് 1/9/24 ഇത്രയുള്ളത്. 1 മന്ത് തന്നെ ഇത്രയും റിസൾട്ട് നമുക്ക് സ്കിന്നിലേക്ക് ഗാമയില് ചെയ്യാൻ പറ്റും. ദെൻ സോറിയാസിസിന് വളരെ എക്സലന്റ് ആയ ഒരു പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഇതില് ഈ ശരീരത്തിലുള്ള സോറിയാസിസ് ആൾസോ എക്സുഡേഷൻ പ്ലസ് ഇൻഫ്ലമേഷൻ, സ്കിന്നിലുള്ള ഒരു ഇൻഫ്ലമേഷൻ ആണ്. തൊലി മുഴുവൻ ഉരിഞ്ഞുരിഞ്ഞ് പൊടിയായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് സോറിയാസിസ് ഇതാന്ന്. അതും നമുക്ക് ഈ ഗാമ ഒറിജിനൽ കൊടുക്കുന്ന സമയത്ത് എക്സലന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. പക്ഷെ 3 to 4 months നമ്മളൊന്നും വർഷക്കണക്കിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. ഇത് ഒക്ടോബർ നവംബർ ഈ 1 monthലാണ് ഇത്രയും റിസൾട്ട് കിട്ടുന്നത്. 28th October 2023, 15th November 2023, then 29th November 2023 almost clear, 15th December 2023 100% ക്ലിയർ. അവരടുത്ത് ഒരു സിംറ്റംസ് ഇല്ല. പക്ഷെ ഇന്നും 23, 24, 25 ഓക്കെ, ഇന്നും ഗാമ ഒറിജിനൽ മോർണിംഗ് 1 നൈറ്റ് 1 മേടിച്ച് കഴിക്കുന്നുണ്ട്. എവറി മന്ത് ഒരു ബോട്ടിൽ പെർമനന്റ് ആയിട്ട് എനിക്ക് PV കിട്ടുന്ന ഒരു PV ജനറേഷൻ ആയിപ്പോയി. നമ്മൾ റിസൾട്ട് കാണിച്ചു കൊടുത്ത് റിസൾട്ടിനെ ക്ലിയർ ചെയ്ത് കൊടുത്ത് അതിന്റെ ശേഷം അവരെടുത്ത് ബ്രെയിനിലേക്ക് അവർ കൊടുത്തത് നിർത്താനേ പാടില്ല. യു ഹാവ് ടു കണ്ടിന്യൂ. എന്നുവെച്ചാൽ അത് നിർത്തി നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ല. നിർത്തിയ പിന്നെയും വരുമോ അതൊന്നും നമുക്കറിയില്ല. വരൂല ഒന്നും ഞാൻ പറയാനും പോകുന്നില്ല. ഞാൻ അതിനെപ്പറ്റി യു മസ്റ്റ് ടേക്ക്, നിങ്ങൾ എന്തായാലും കഴിച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പം ജസ്റ്റ് അവർക്ക് മാരേജ് ആയി, ആ മാരേജിന്റെ സമയത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പെർ ഡേ 1 ക്യാപ്സുൾ കഴിച്ചോളാം. എന്താ വെച്ചാൽ ഒരു പുതിയ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി പോകുന്ന സമയത്ത് അവിടെ ഇത് എന്തിനാ ഈ മരുന്ന് കഴിക്കുന്നത്, ഇതിലെക്കൊണ്ട് എന്താണ് ഈ അനലൈസിങ് ഇതിലൊക്കെ അവരൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ആകും. ഞാനൊരു പെൺകുട്ടിന്റെ അച്ഛനായതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാം. സോ അതിനെ കൊണ്ട് അവർക്ക് അഡ്വൈസ് ചെയ്ത് പെർ ഡേ 1 മാത്രം കഴിച്ചാൽ, രാവിലെ ടിഫിൻ കഴിച്ചിട്ട് ഇത് കഴിച്ച് ആന്റി ആക്സിഡന്റ് ഒരു വൈറ്റമിൻ മാത്രം പറഞ്ഞാൽ മതി എന്ന്. 7th January 2024 ആൾമോസ്റ്റ് എവറി ഇത് ക്ലിയർ ആയി. ഇത് അതേമാതിരി 17th April കിട്ടിയ ഒരു കേസായിരുന്നു. അത് ഇനിയും ഇത് സോറിയാസിസ് ബിഫോർ ഇത് മെഡിസിൻ കൊടുത്തതിന് ശേഷം ഇതിൽ വന്നിട്ട് വെറും ഒരു ഇത് മാത്രം നമുക്ക് മാർക്ക് മാത്രമേ ഇതിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെയുള്ള സ്കിന്ന് മുഴുവൻ ക്ലിയർ ആയി. ഇതിൽ ഗാമ 2 to 3 times ഇത് എക്സ്റ്റേണൽ ആയിട്ട് അവർ യൂസ് ചെയ്തത് നമ്മള് ക്രുക്കുമിൻ, അത് നമ്മളെ മഞ്ഞത്തൂളില് റൈസ് ബ്രാൻ ഓയിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ഒരു 2 ക്യാപ്സുൾ നമ്മള് S5 ക്യാപ്സുൾ ഇത് മിക്സ് ചെയ്തിട്ട് ദിവസം അത് ഒരു ബോട്ടിൽ 100 ml ബോട്ടിൽ എണ്ണ ഇതാക്കിയിട്ട് ദിവസം അത് പരട്ടിയിട്ടിരുന്ന് ഗാമ ഒറിജിനൽ ഇന്റേണൽ ന്യൂട്രിചാർജ് വുമൻ ഡെയിലി 1 ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് 100% ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ സൺ അലർജി സ്കിൻ ഡിസീസ്, ഇത് ഈ ഒരു എക്സിക്യൂട്ടീവ് ജോബിലുള്ളതാണ്. 2 വീലറിലോ എന്തിലെങ്കിലും സണ്ണ് പെട്ടുപോയാൽ ശരീരം മുഴുവൻ ഇങ്ങനെ ബോയിൽസ് വരാൻ തുടങ്ങും. എവിടെ വേർ ദി പാർട്ട് ഒരു സ്ഥലത്തേക്ക് സൺ കിട്ടുന്ന സമയത്ത് നമ്മൾ SPF 15 കൊടുത്തിട്ട് അതേമാതിരി നമ്മള് ഗാമ ഒറിജിനൽ S5 ഇതൊന്നും കംപ്ലീറ്റ് എവറിത്തിങ് ക്ലിയർ ആയി. ഡേറ്റ് നിങ്ങൾക്ക് ഡേറ്റ് ഇതാകണമെങ്കിൽ ഇത് 8/9 ആൾമോസ്റ്റ് ക്ലിയർ. സോ ഇത്രയും ഡോക്ടേഴ്സ് എന്തിനെ കൊണ്ടാണ് ഗാമ ഒറിജിനലിന്റെ പിന്നിലുള്ളത് മനസ്സിലായില്ലേ? ഇത്രയും റിസൾട്ട് നമ്മൾക്ക് കാണിക്കാൻ പറ്റും. ദാറ്റ് ഈസ് വൈ all the doctors follow Isha ma'am. So നിങ്ങളടുത്തും അതിനെ പറയുന്നത് സബ്സ്ക്രൈബ് വിത്ത് ഇഷ മാം. നമ്മൾ പോപ്പുലേഷൻ വന്നിട്ട് കൂടിയിട്ടേ പോവുകയാണ്. സോ ലാക്സ് ഓഫ് പീപ്പിൾസ് ഇപ്പം ഗാമ ഒറിജിനലിന്റെ ടെസ്റ്റിമോണിയില് ഗാമ ഒറിജിനലില് ആൾറെഡി ജോയിൻ ചെയ്ത് നിങ്ങളും ഗാമ ഒറിജിനലില്
ജോയിൻ ചെയ്തല്ലോ. ഗാമ ഒറിജിനൽ എന്ന് ഇറ്റ്സ് എ റെവല്യൂഷണറി ന്യൂട്രാസ്യൂട്ടിക്കൽസ്. ന്യൂട്രാസ്യൂട്ടിക്കൽസിലെ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നതാണ് ഗാമ ഒറിജിനൽ. ഇത്രയും ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽസും ഇത്രയും റിസൾട്ട് കൊടുത്തതായിട്ട്, ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഇത്രയും റിസൾട്ട് തന്നതായിട്ട് ഇന്ത്യ, ഞാൻ 40 വർഷത്തെ പ്രാക്ടീസ്, 84 പ്രാക്ടീസ് തുടങ്ങിയതാണ്. 40 years പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. എത്രയോ പേഷ്യൻസിന് നോക്കിയിട്ടുണ്ട്, എത്രയോ മെഡിക്കൽ റെപ്പിനെ നോക്കിയിട്ടുണ്ട്, എത്രയോ മെഡിക്കൽ കമ്പനി ഫാർമാസ് നോക്കിയിട്ടുണ്ട്. യാതൊരു ഇതിലും റിസൾട്ട് കിട്ടിയിട്ടേ ഇല്ല. 1 capsule ഇതെങ്ങനെ കഴിക്കേണ്ടത്, രാവിലെ ഒരു ക്യാപ്സുൾ, നൈറ്റ് ഒരു ക്യാപ്സുൾ, ജസ്റ്റ് ബിഫോർ ഫുഡ്. അതേ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത് ഞാൻ ഇപ്പൊ നിറയെ സ്ഥലത്ത് പറഞ്ഞ് ഒരു ദിവസത്തേക്ക് രാവിലെ 2, ഉച്ചക്ക് 2, രാത്രി 2 കഴിക്കാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് 4 to 6 capsule ഡെയിലി. ഇത് ചിലരിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങള് മീറ്റിംഗിൽ പറയുമ്പോൾ 2-3 നേരം കഴിക്കാം, വേരിസ് അഡ്വൈസ് ഉണ്ടോ, കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? കമ്പനീന്റെ നെയിം ക്ലച്ചർ എന്നൊന്നുണ്ട്. അത് നെയിം ചെയ്ത് നമ്മൾ ഒട്ടുന്ന ലേബിളില് ചിലതെല്ലാം അതിന്റെ മേലെ നമ്മൾ പറയാൻ പറ്റില്ല. കമ്പനിയിൽ 4 capsule to 6 capsule എഴുതാൻ പറ്റില്ല അതില്. പക്ഷെ നമ്മൾ പറയുന്നത് കൊടുക്കാതെ കമ്പനി തന്നെ ഈ സ്ലൈഡ് എനിക്ക് അയച്ചു തന്നതാണ്. 4 to 6 capsule ഡെയിലി എടുക്കാം. പക്ഷേ എടുക്കുന്ന സമയത്ത് നമ്മള് മോണിറ്റർ ചെയ്ത് അലോപ്പതി മെഡിസിൻ, നമ്മള് അലോപ്പതി മെഡിസിൻസോ ഹോമിയോ മെഡിസിൻസോ ആയുർവേദിക് മെഡിസിൻസോ സിദ്ധ മെഡിസിൻസോ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഡോസേജിന് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇപ്പം നമ്മൾ ഷുഗറിന് മെഡിസിൻ കഴിക്കുകയാണെന്ന് വെച്ചാൽ ആ ഷുഗറിന്റെ വാട്ട് എവർ ദി മെഡിസിൻസ് നെയിം സ്ട്രക്ചർ ഞാൻ പറയുന്നില്ല, ഇൻസുലിൻ ഇടുന്നുണ്ടോ അതെല്ലാം ഇട്ടോളാൻ തന്നെ പറഞ്ഞത്. പക്ഷേ 4 capsule to 6 capsule എടുക്കുന്ന സമയത്ത് ഷുഗർ ലെവൽ 100 താഴെ പോകാനുള്ള ചാൻസസ് 100% ഉണ്ട്, 99 to 100% ഉണ്ട്. BP അതേമാതിരി 160, 140 ഉള്ള BP 120ന്റെ ഉള്ളിലും 120ന്റെ 110, 60ലേക്ക് പോകാനുള്ള ചാൻസസും ഉണ്ട്. ഇത് ഞാൻ സ്ട്രോങ് ആയിട്ട് എപ്പം നോട്ട് ചെയ്യിച്ചാൽ, ഞാൻ ഒരു സ്കിൻ പേഷ്യന്റ് കാണിച്ചില്ലേ, 6 capsule per day. പുള്ളിക്ക് എടുക്കുന്ന സമയത്ത് എക്സുഡേഷൻസ് അധികമായ സമയത്ത് പുള്ളിക്ക് എന്റെ അടുത്ത് പറഞ്ഞ് പുള്ളി രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്കും എണീക്കുന്നില്ല, ഹിസ് ഇൻ സെഡേഷൻ മാതിരി കിടക്കുന്ന. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് BP ചെക്ക് ചെയ്യാൻ പറഞ്ഞ് BP നോക്കിയപ്പോൾ ഇറ്റ്സ് ലോ BP 90/60. ഇമ്മീഡിയറ്റ് ഞാൻ പറഞ്ഞ് നമ്മളെ ഗാമാനെ കുറയ്ക്കാൻ പറഞ്ഞ് പുള്ളി ആൾറെഡി ഈസ് നോട്ട് എ BP പേഷ്യന്റ്, ഒന്നുമില്ല. പക്ഷെ ഇല്ലെങ്കിൽ BP കുറച്ച് കുറയാൻ തുടങ്ങി. സോ ആ സമയത്ത് ഈ 6 capsule per day നമ്മൾ കൊടുക്കാൻ പറ്റില്ല. അതിനെക്കൊണ്ട് നമ്മളെ പീരീഡ് 3 മാസം നമ്മൾ കഴിയുന്ന സമയത്ത് ക്യാപ്സൂളിന്റെ ഡോസ് നമ്മൾ മോണിറ്റർ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ അലോപ്പതി ഡോസിന് നമുക്ക് ക്യാരി ഓൺ ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മളെ ഗാമ ഒറിജിനൽ ഒന്ന് അഫോർഡബിൾ പ്രൈസിലാണ് തരുന്നത്. ഇത്രയും ഡിസീസിന് ഗാമ ഒറിജിനൽ വന്നിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. വേൾഡ് റെക്കോർഡ് ഗാമ ഒറിജിനൽ കിട്ടിയതാണ്. ഇറ്റ്സ് ഇത്ര ഓഡിയൻസിനെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നത്, അത് ഒരേ ഒരു ന്യൂട്രാസ്യൂട്ടിക്കലിന് വേണ്ടി ഇത്ര ഓഡിയൻസ്, ഇത്രയും പേര് ഡോക്ടേഴ്സ്, ഹയസ്റ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഈ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽസിനെ ഫോളോ ചെയ്യുന്നതിന് വേൾഡ് റെക്കോർഡ് ഇഷ മാമിന് കിട്ടിയതാണ്. സോ വെരി ബിഗ് അപ്ലാസ് ടു ഇഷ മാം. താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സർ, എക്സലന്റ് ആയിട്ട് ഉണ്ടായിരുന്നു പ്രോഗ്രാം എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ദ ഓഡിയൻസ്. എല്ലാവരും അതിൽ ആരോഗ്യം വന്നിരുന്നോ അവരെല്ലാവർക്കും ഇത് ഒരു സർട്ടൻ പെർസെന്റേജ് അവർക്ക് PV ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിരുന്നാൽ ഐ ആം വെരി ഫുൾ താങ്ക് ടു യു. താങ്ക് യു വെരി മച്ച് സർ.